സത്യദൈവമേ നിനക്ക് നിത്യവന്ദനം. സത്യദൈവമേ നിനക്ക് നിത്യവന്ദനം. സ്തോത്രവും ജയവും യോഗ്യം അത്യുന്നതനെ. സ്തോത്രവും ജയവും യോഗ്യം അത്യുന്നതനെ. സത്യദൈവമേ നിനക്ക് നിത്യവന്ദനം. മർത്യകുലത്തിൻ സൃഷ്ടാവേ നിത്യപിതാവേ, മർത്യകുലത്തിൻ സൃഷ്ടാവേ നിത്യപിതാവേ, സത്യവിശ്വാസികൾ ചെയ്യും സ്തോത്രം നിനക്ക്. സത്യവിശ്വാസികൾ ചെയ്യും സ്തോത്രം നിനക്ക്. സത്യദൈവമേ നിനക്ക് നിത്യവന്ദനം. സത്യദൈവമേ നിനക്ക് നിത്യവന്ദനം. നിത്യവന്ദനം നിത്യവന്ദനം. ഈ സമ്മേളനത്തിന് വന്നു ചേർന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി MGOCSM അഖില മലങ്കര സ്റ്റുഡന്റ് സെക്രട്ടറിമാരായ സുജിൻ വർഗീസ് മാപ്പിളയും സഫിയ വർഗീസിനെയും, പരിശുദ്ധ ബാവ തിരുമേനി, അഭിവന്യ പിതാക്കന്മാരെ, വന്യ വൈദിക ശ്രേഷ്ഠരെ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, തൻ്റെ ജീവിത വിശുദ്ധി കൊണ്ട് സഭയ്ക്കും സമൂഹത്തിനും മാതൃകയായി ജീവിച്ച് ഇന്ന് വിശ്വാസ ലക്ഷ്യങ്ങളുടെ അഭയകേന്ദ്രമായ പരിമല ദ്വീപിൽ ബറടങ്ങിയിരിക്കുന്ന മലങ്കര സഭയുടെ മഹാപരിശുദ്ധൻ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ആ പിതാവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമായ മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് പിന്നിട്ടുകൊണ്ട് സഭയ്ക്കും സമൂഹത്തിനും വിദ്യാർത്ഥി സമൂഹത്തിനും മാർഗദീപമായി അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഇന്ന് പേട്രൻസ് ഡേയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റും ബോംബെ ഭദ്രാസന അധിപനുമായിരിക്കുന്ന അഭിവന്യ കൂർലോസ് തിരുമേനിയാണ്. അഭിവന്യയുടെ തിരുമേനിയുടെ നേതൃത്വം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ 2ാം നൂറ്റാണ്ടിന്റെ ഈ പ്രാരംഭ ദശയിൽ നമുക്ക് മുതൽക്കൂട്ടാണ്. അഭിവന്യ തിരുമേനിയെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കിഴക്കിന്റെ കാതോലിക്കായും മലങ്കര സഭയുടെ മെത്രാപ്പോലീത്തായും ആയിരിക്കുന്ന പരിശുദ്ധ മോറോന്മാർ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയാണ്. ഇന്ന് കേരളക്കരയിൽ ചെറുതും വലുതുമായ ധാരാളം ബാവമാർ പിറക്കുന്നു. കാതോലിക്ക സ്ഥാനത്തെ തള്ളിപ്പറഞ്ഞവർ പോലും ഇന്ന് തൻ്റെ പേരിനൊപ്പം ആ പദവി ചേർക്കുന്നു. പക്ഷേ ഭാരതത്തിൻ്റെ ദേശീയ സഭയായ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കാതോലിക്ക അത്രമാത്രം ശ്രേഷ്ഠവും മാതൃകാപരവുമാണ് എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന് ഇന്ന് മലങ്കര സഭയുടെ പരമോന്നതങ്ങളിൽ എത്തി നിൽക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെ ആദരപൂർവ്വം ഈ യോഗത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിരണം ഭദ്രാസന അധിപനും അഭിവന്യ ഒസ്താത്യോസ് തിരുമേനിയുടെ ദർശനങ്ങളെ പിന്തുടർന്നുകൊണ്ട് സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മലങ്കര സഭയുടെ വിശ്വാസ കേന്ദ്രമായ പരിമല ദ്വീപിന്റെ മാനേജരായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഔഗേൻ റംബാച്ചനെയും സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ശബ്ദതരംഗങ്ങൾ ഹൃദയത്തിന് മൃദു തൂവൽ സ്പർശം മാത്രമല്ല, ഉദാത്തമായ ചിന്തയുടെ തീയമ്പുകൾ കൂടിയാണ്. മുഖ്യ സന്ദേശം നൽകുന്ന സഭയുടെ അഭിമാനവും ഈ സഭ സമൂഹത്തിന് നൽകിയ മണിമുത്തുമായ കേരള അക്കൗണ്ടന്റ് ജനറൽ ഡോക്ടർ ബിജു ജേക്കബ് IAASനെ ഏറ്റവും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബെസേലിയോസ് കോളേജ് പ്രിൻസിപ്പൽ ആയിരിക്കുന്ന ബഹുമാന്യനായ ജേക്കബ് കുര്യൻ ഓണാട്ട് സാറിനെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മലങ്കര സഭയുടെ പ്രതീക്ഷ, ശക്തമായ ചിന്താശക്തിക്ക് ഉതകുന്ന കരുത്തുറ്റ ശബ്ദം, വിദ്യാർത്ഥി സമൂഹത്തിന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് മലങ്കര സഭയുടെ കാഴ്ചപ്പാടുകളെ നിങ്ങളിലേക്ക് പകർന്നു നൽകുവാൻ മിസ്റ്റർ തോമസ് കുര്യാക്കോസിനെയും സ്വാഗതം ചെയ്യുന്നു.
വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശക്തമായ നേതൃത്വം നൽകുന്ന സംഘാടന പാടവം കൊണ്ട് മലങ്കര സഭയിൽ ശോഭിക്കുന്ന ജനറൽ സെക്രട്ടറി ഡോക്ടർ വർഗീസ് അച്ഛനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അഭിവന്യ റമ്പാച്ചന്മാർ, വന്യ വൈദിക ശ്രേഷ്ഠർ, സിസ്റ്റേഴ്സ്, ഷമ്മാശന്മാർ, ബഹുമാന്യരായ അധ്യാപകർ, മലങ്കര സഭയുടെ വിദ്യാർത്ഥി വിശ്വാസി സമൂഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും സ്വാഗതം. ഈ വർഷത്തെ അഖില മലങ്കര കലാമത്സരത്തിൽ ഹയർ സെക്കൻഡറി തലത്തിൽ സംഗീതത്തിന് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ഞാലിയാവഴി മാർ ഗ്രിഗോറിയോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥിനി മിസ് മേഘ ജോൺസൺ. കനിവിൻ നീരുറവാ വർഷിക്കും പനിമഞ്ഞ കാണുന്നു നിന്നെ മോർ ഗ്രിഗോറിയോസ് സാനന്ദം ഗീതം പാടും ആനന്ദം കണ്ടെത്തിയിടും പരിശുദ്ധൻ കൗപരിങ്കൽ അഭയമായി സാനന്ദം ഗീതം പാടും ആനന്ദം കണ്ടെത്തിയിടും പരിശുദ്ധൻ കൗപരിങ്കൽ അഭയമായി പ്രാർത്ഥന ശൈശവത്തിൽ ഉത്സാഹം പ്രാർത്ഥന യൗവനത്തിൽ ആശ്രയം പ്രാർത്ഥന വാർദ്ധക്യത്തിൽ സമാധാനം പരിശുദ്ധൻ കൗപരിങ്കൽ അഭയമായി കനിവിൻ നീരുറവാ ഇടതടവില്ലാതങ്ങ് അധ്വാനം ചെയ്തോരാ ഇടവകകൾക്കായി അർത്ഥിക്കണേ ഇടതടവില്ലാതങ്ങ് അധ്വാനം ചെയ്തോരാ ഇടവകകൾക്കായി അർത്ഥിക്കണേ വാനവവൃത്തത്തോടാമോദ ഗീതങ്ങൾ മാനവർഗങ്ങളും പാടുവാനിടയാകണേ ആ ആ ആ കനിവിൻ നീരുറവാ ജീവിതചര്യയിൽ നോമ്പുപവാസങ്ങൾ നിഷ്ഠയോടങ്ങന്ന് അനുവർത്തിച്ചു ജീവിതചര്യയിൽ നോമ്പുപവാസങ്ങൾ നിഷ്ഠയോടങ്ങന്ന് അനുവർത്തിച്ചു രോഗികൾ ദുഃഖിതർ പീഡകളടിയാരെ അർപ്പിക്കണേന്നും പാവനരെ പാവനരാ ആ ആ ആ കനിവിൻ നീരുറവാ വർഷിക്കും പനിമഞ്ഞ കാണുന്നു നിന്നെ മോർ ഗ്രിഗോറിയോസ് സാനന്ദം ഗീതം പാടും ആനന്ദം കണ്ടെത്തിയിടും പരിശുദ്ധൻ കൗപരിങ്കൽ അഭയമായി സാനന്ദം ഗീതം പാടും ആനന്ദം കണ്ടെത്തിയിടും പരിശുദ്ധൻ കൗപരിങ്കൽ അഭയമായി പ്രാർത്ഥന ശൈശവത്തിൽ ഉത്സാഹം പ്രാർത്ഥന യൗവനത്തിൽ ആശ്രയം പ്രാർത്ഥന വാർദ്ധക്യത്തിൽ സമാധാനം പരിശുദ്ധൻ കൗപരിങ്കൽ അഭയമായി. പരിശുദ്ധ പരമ്പര തിരുമേനിയുടെ നാമധേയത്തിൽ സ്ഥാപിതമായി മലങ്കര ഓർത്തഡോക്സ് സഭയിൽ വിദ്യാർത്ഥി സമൂഹത്തിന്റെ വിളക്കായി ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നു. അതിന്റെ സ്ഥാപകനെ സ്മരിക്കുന്ന ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് ഭാരതസഭയുടെ അമരക്കാരനും
പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിന്മേൽ ആരുഢനുമായിരിക്കുന്ന നിതാന്തവാന്യ ദിവ്യ മഹിമശ്രീ മോറാൻമാ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമനസാണ്. പരിശുദ്ധ പിതാവേ, വന്നാലും അനുഗ്രഹിച്ചാലും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കുവാനായി പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെ ഭക്തി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര സഭയുടെ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് തിരുമേനി, നിരണം ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുവാൻ തക്കവണ്ണ സന്നിഹിതനായിരിക്കുന്ന സഭയുടെ അഭിമാനപുത്രൻ എന്ന് വിളിക്കപ്പെടാൻ അർഹതയുള്ള ഡോക്ടർ ബിജു ജേക്കബ് IAAS, പരിമല സെമിനാരി മാനേജരെ, ബഹുമാനപ്പെട്ട ഔഗേൻ റമ്പാച്ചൻ, അധ്യക്ഷവേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, റമ്പാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സന്യസ്തരെ, സഹോദരീ സഹോദരങ്ങളെ, ഇപ്രകാരമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോഴും പരിമല സെമിനാരിയിലെ പെരുന്നാളിന് ശേഷം സമ്മേളിക്കുന്ന ഒരേ ഒരു സമ്മേളനം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനമാണ്. അതിപ്രഗത്ഭരും സഭയുടെ നേതൃത്വ നിരയിലുള്ളവരും വിദ്യാർത്ഥികൾക്ക് സന്ദേശങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുവാൻ തക്കവണ്ണം പ്രാപ്തരുമായ വ്യക്തിത്വങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഈ സമ്മേളനങ്ങളിൽ സദസ്സിനെ അഭിസംബോധന ചെയ്യാറുള്ളത്. അതുപോലെ തന്നെയുള്ള ഒരു യുവാവായിരിക്കുന്ന അക്കൗണ്ടന്റ് ജനറൽ IAAS എന്ന അഭൂതപൂർവമായ ഒരു പ്രത്യേക ഡിഗ്രി സമ്പാദിച്ചിട്ടുള്ള, അത് IAS-നേക്കാളൊക്കെ മേലെ, IAS-ന് ഒരേ A ഉള്ളൂ, ഇദ്ദേഹത്തിൻ്റെ IAS-ന്റെ കൂടെ ഒരു A കൂടെ ഉണ്ട്. അത്ര അധികാര കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തമുള്ള പ്രിയപ്പെട്ട ബിജു ജേക്കബ്, സഹോദരങ്ങളെ, അപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഈ സമ്മേളനത്തിൻ്റെ പഴക്കം എൻ്റെ ഓർമ്മയിൽ 10-50 വർഷത്തോളം എൻ്റെ ഓർമ്മയിലൂടെ കടന്നു പോകുന്നുണ്ട്. തീർച്ചയായും അതിനു മുൻപും ഉണ്ടായിരുന്നിരിക്കണം. വിദ്യാർത്ഥി പ്രസ്ഥാനം മലങ്കര സഭയിൽ ആരംഭിക്കുന്നത് 1908-ലാണ്. 1908 എന്ന് പറയുന്നത് അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്ത ജോസഫ് മാർ ഡിവന്നാസിയോസ് പുലിക്കോട്ടിൽ തിരുമേനി, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും ഓമനത്വത്തോടെ അദ്ദേഹം ഗുരു സ്ഥാനീയൻ എന്ന നിലയിൽ സർവകാര്യങ്ങൾക്കും ആശ്രയിച്ചിരുന്ന പരിമല കൊച്ചു തിരുമേനി, അദ്ദേഹം 1902 കാലം ചെയ്തു. 1902 അദ്ദേഹം കാലം ചെയ്തെങ്കിലും പുലിക്കോട്ടിൽ തിരുമേനി അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്തായിക്ക് താങ്ങും തണലുമായി ശരീരപ്രകാരവും ആത്മീക പ്രകാരവും അതിശക്തമായ സഹായഹസ്തം കൊടുത്തിരുന്ന ആ പരിശുദ്ധ പിതാവ് അന്നും ഈ വിധത്തിൽ മലങ്കര സഭയ്ക്ക് ഒരു വലിയ ആവേശമായിരുന്നു. അന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ള മാത്രം പേരിലാണ് ഇത് അറിയപ്പെട്ടിരുന്നെങ്കിലും കുറെ കഴിഞ്ഞപ്പോൾ പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമം അതിനോട് തുന്നിച്ചേർത്തു. അത് തുന്നിച്ചേർക്കേണ്ടത് ഒരു ആവശ്യമായിരുന്നു. മലങ്കര സഭയിൽ വിദ്യാഭ്യാസ വെളിച്ചം ശക്തമായി മലങ്കരയിലെ എല്ലാ ദേവാലയങ്ങളിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചൊരു പിതാവായിരുന്നു പരിശുദ്ധ പരിമല തിരുമേനി. വിദ്യാ വെളിച്ചത്തിൻ്റെ മേന്മയും മഹത്വവും എന്തെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അത് ഒരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന പോലെ മലങ്കരയോട് ഒട്ടുക്ക് വിദ്യാ വെളിച്ചം കൊടുക്കത്തക്കവണ്ണമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരിശുദ്ധ പരിമല തിരുമേനി അന്ന് സ്ഥാപിച്ചു. പുലിക്കോട്ടിൽ തിരുമേനിയും ഒപ്പം ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്കൂളുകൾ സ്ഥാപിക്കുന്ന ലക്ഷ്യമായിരുന്നില്ല അന്ന് സ്കൂളുകൾ സ്ഥാപിക്കുന്നത് വിദ്യാ വെളിച്ചം, തീർച്ചയായും ഈശ്വര സാന്നിധ്യം,
ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു എങ്കിൽ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനം പരിശുദ്ധ പരിമള തിരുമേനി അന്ന് സ്ഥാപിച്ചത് എന്നാണ് എൻ്റെ വിചാരം. പ്രിയമുള്ളവരെ, അപ്രകാരം ഒരു പരിശുദ്ധ തിരുനാമം തുന്നിച്ചേർത്ത് നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഇപ്രകാരമുള്ള ഒരു വിദ്യാർത്ഥി സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം അത് അതിപ്രധാനമാണ്. അനേകം വിദ്യാർത്ഥികളുടെ മനസ്സിനെ ദൈവത്തോടും സഭയോടും പാകപ്പെടുത്തി അതിനോട് ചേർത്ത് നിർത്തത്തക്കവണ്ണമുള്ള സന്ദേശങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഉന്നതരായിരിക്കുന്ന അനേകർ ഇതിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. നമ്മിൽ നിന്ന് കടന്നുപോയ മുൻ മന്ത്രി ശ്രീ എൻ സ്റ്റീവനും അതുപോലെ തന്നെ വിശ്വപ്രസിദ്ധൻ എന്ന് പറയപ്പെടാവുന്ന ഡോക്ടർ PC അലക്സാണ്ടറും അതുപോലെ തന്നെ നമ്മുടെ ലോകം മുഴുവനും ഒരു മാനവ ശബ്ദം എന്ന നിലയിലെ വേദശാസ്ത്രപരമായും അതുപോലെ തന്നെ പൗരോഹിത്യപരമായും ഒരു വലിയ തേജസ് എന്ന നിലയിലെ പ്രശോഭിച്ച ഡോക്ടർ പൗലോസ് മാർ ഗീഗോറിയോസ് തിരുമേനി. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര പ്രതിഭാധനന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഇതിൻ്റെ ഉൽപ്പന്നങ്ങളും നമുക്ക് നേതൃത്വം നൽകിയിട്ടുള്ളവരുമാണ്. അതുകൊണ്ട് ഇന്നും നാം ഈ കാര്യത്തിലെ ഒട്ടും പുറകോട്ടല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് മാത്രം. ഇതിന്റെ പഴക്കവും പാരമ്പര്യവും അത്ര മഹനീയമാണ്, ആഭിജാത്യമുള്ളതാണ്. തേജസിന്റെ വെളിച്ചത്തിന്റെ മക്കളായി വളരുവാൻ തക്കവണ്ണം സഭയിൽ ഉടലെടുത്ത പൗരാണികതയുള്ള പാരമ്പര്യമുള്ള ഒരു ആത്മീയ സംഘടന. എന്താണ് ഇന്നിന്റെ ദൗത്യം? ഇത് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ആത്മീയ സാന്നിധ്യമുള്ള ആ പരിശുദ്ധ പിതാവിന്റെ പാദ സ്പർശം ഏറ്റുകൊണ്ട് ഈ പരിശുദ്ധ ദേവാലയത്തിൽ നാം ആയിരിക്കുമ്പോൾ എന്താണ് നമ്മുടെ ദൗത്യം? നിങ്ങളെല്ലാം മിക്കവാറും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കാൻ തക്കവണ്ണം പരിശ്രമിക്കുന്നവരായിരിക്കും. പഴയ കാലം പോലെയല്ല, ഇപ്പോഴ് പ്രൊഫഷണൽ കോളേജുകൾ ധാരാളമാണ്. നമ്മുടെ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ മക്കൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായിരുന്നാലും അവൻ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ അതിൽ മെച്ചപ്പെട്ട മറ്റെന്തെങ്കിലും കോഴ്സുകൾ ഉണ്ടെങ്കിൽ ആ കോഴ്സുകളുടെ ഉടമസ്ഥനോ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് അവർ പരിശ്രമിക്കുന്നുണ്ട്, പണം ചെലവഴിക്കുന്നുണ്ട്. കൊള്ളാം, നല്ലത്. എനിക്കൊരു കാര്യം മാത്രമാണ് വിദ്യാർത്ഥി സുഹൃത്തുക്കളോടും എൻ്റെ അനുജന്മാരോടും പറയാനായിട്ടുള്ളത്. ഇന്റലിജൻസ് വിത്തൗട്ട് ഗോഡ് ഈസ് എൻ എംപ്റ്റി പോക്കറ്റ്. ദൈവത്തെ കൂടാതെയുള്ള അറിവെന്ന് പറയുന്നത് അത് വെറും ശൂന്യമാണ്, ഒന്നും ആകാനൊക്കുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഒരുപക്ഷെ പ്രയോറിറ്റി, ജീവിതത്തിലെ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ പഠനം നടത്തുന്ന ആ കോഴ്സുകളിലെ ഉന്നതമായ വിജയം നേടുക എന്നുള്ളത് തന്നെയായിരിക്കും. പക്ഷേ ഒന്ന് നഷ്ടപ്പെടാൻ ഇടയാകരുത്. അതായത് ദൈവത്തിലുള്ള നമ്മുടെ സാന്നിധ്യബോധം, ദൈവത്തിലുള്ള നമ്മുടെ അടിയുറച്ച ബോധ്യം ഒട്ടും നഷ്ടപ്പെട്ടുകൂടാ. ആ ഒരു ബോധ്യവും അതിനായിട്ടുള്ള നമ്മുടെ ശ്രമവും ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മുഖ്യ ലക്ഷ്യമായിട്ട് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത് കാര്യം, നിങ്ങൾ മോട്ടോയൊക്കെ സ്റ്റഡി, വർഷിപ്പ്, സർവീസ് എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ദൈവമുള്ളവരായിരിക്കണം. നമ്മൾ പ്രസംഗം കൊണ്ടൊന്നും മുഴുവനും നാം തികയണമെന്നില്ല. നമുക്ക് ഭംഗിയായി പ്രസംഗിക്കാനൊക്കും. ഇന്റലിജൻസ് തന്നെ ഒറിജിനൽ ഇന്റലിജൻസ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് കൂടുതലെന്നാണ് എൻ്റെ വിചാരം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരുന്നാലും ഒറിജിനൽ ഇന്റലിജൻസ് ആയിരുന്നാലും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തിന്റെ സ്പർശം ഉണ്ടാകണം, ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. ദൈവത്തെ കുടി ഇറക്കിക്കൊണ്ട് നമുക്കൊന്നും വേണ്ടെന്നുള്ള ഒരു വിചാരം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണമെന്നാണ് ആദ്യമായിട്ട് നിങ്ങളെ എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ദീർഘമായി എൻ്റെ ഉദ്ഘാടന പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമില്ല. ഇപ്പോൾ തന്നെ അല്പം സമയം വൈകിപ്പോയിരിക്കുകയാണ്. രണ്ടാമതായിട്ട്, സഭയിൽ നിങ്ങളെ ആവശ്യമുണ്ട്. യു ആർ വാണ്ടഡ് ബൈ ദ ചർച്ച്. നിങ്ങൾ പലപ്പോഴും യു ആർ വാണ്ടഡ് ബൈ സം മൾട്ടിനാഷണൽ കമ്പനി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. നിങ്ങൾ ഉടനെ തന്നെ ആപ്ലിക്കേഷൻ പുട്ടപ്പ് ചെയ്യും. ഞാൻ പറയുന്നു, യു ആർ വാണ്ടഡ് ബൈ ദ ചർച്ച്. സഭയ്ക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്.
നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള ശക്തികളും, ശക്തി എന്ന് പറയുന്നത് മസിൽ പവർ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ബുദ്ധി കൊണ്ട്, അധ്വാനം കൊണ്ട്, നിങ്ങളുടേതായ പ്രതിഭ സമ്പത്ത് തീർച്ചയായും വാണ്ടഡ് ബൈ ദ ചർച്ച്. സഭയെ കെട്ടിപ്പടുക്കുവാൻ, സഭയെ നിർമ്മിക്കുവാൻ, സഭയെ വളർത്തുവാൻ നിങ്ങളുടെ സേവനം ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് കൊടുക്കുന്നതിൽ നിർലോഭം നിങ്ങൾ അതിന് സമ്മതമുള്ളവരായിരിക്കണം. സഭയുടെ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കണം. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ 1908 മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ വെച്ച് ഈ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ എങ്ങനെ ഒരു നല്ല ക്രിസ്ത്യാനിയാകാം, എങ്ങനെ ഒരു നല്ല ഓർത്തഡോക്സുകാരനാകാം, എങ്ങനെ ഒരു സത്യവിശ്വാസി ആകാം എന്ന് ആഗ്രഹിച്ചിരുന്ന ഏതാനും യുവരക്തങ്ങൾ, വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് തീരുമാനിച്ചൊരു തീരുമാനമാണ് മലങ്കര സഭയിലെ ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാനം. എങ്കിൽ നിങ്ങളും ആ പാത പിന്തുടരണം. അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മഹാരഥന്മാരായിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉന്നതരായ വിദ്യാർത്ഥികളായിരുന്നു. അവർക്ക് സ്വയം ഉള്ളിന്റെ ഉള്ളിൽ അങ്കുരിച്ച ഒരു വികാരമാണ് എങ്ങനെ ഒരു നല്ല ഓർത്തഡോക്സുകാരനായിരിക്കാൻ ഒക്കും, എങ്ങനെ ഒരു നല്ല ക്രിസ്ത്യാനി ആയിരിക്കാൻ ഒക്കും, എങ്ങനെ ദൈവത്തോട് നമ്മുടെ പ്രതിബദ്ധത നിലനിർത്താൻ ഒക്കും. ഇങ്ങനെയുള്ള വികാരങ്ങളുടെ ആകത്തുകയാണ് ഈ പ്രസ്ഥാനത്തിന്റെ ആരംഭം. എങ്കിൽ ആ വികാരം ഇന്നും നഷ്ടപ്പെട്ടുകൂടാ. നിങ്ങൾ സഭയോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം. അതിനർത്ഥം സഭയുടെ പിതാക്കന്മാർ നമുക്ക് ഏൽപ്പിച്ചു തന്ന വിശ്വാസത്തിന് പോറലേൽക്കാതെ അത് നാം അടുത്ത തലമുറയ്ക്ക് കൈമാറത്തക്കവണ്ണം വ്യക്തി ജീവിതത്തിൽ ദൈവത്തെ നഷ്ടപ്പെടുത്താതെ, സഭയുടെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകണം. അതിനുള്ള ആർജവം നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും എന്റെ സഭ എന്നുള്ള ഒരു ബിലോങ്ങിങ് നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് പലപ്പോഴും ഇന്ന് കുറഞ്ഞു പോകുന്നു എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് ഞാൻ വിദ്യാർത്ഥികളെ ആ വിധത്തിൽ അത് ഉത്ബോധിപ്പിക്കുവാനായിട്ട് ഒരു നിമിഷം ഉപയോഗിച്ചത്. ദിസ് ഈസ് മൈ ചർച്ച്, ദിസ് ഈസ് മൈ കൺട്രി എന്ന് പറയുന്നത് പോലെ ദിസ് ഈസ് മൈ ചർച്ച് എന്ന് പറയുന്നതിലെ അഭിമാനമുള്ളവരായിരിക്കണം. AD 52 പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ മലങ്കരയിൽ വന്ന് ക്രിസ്തീയ സഭ സ്ഥാപിച്ച് ആ വിശ്വാസ സത്യങ്ങളിലൂടെ നമ്മുടെ പൂർവികർ ഈ വർത്തമാന കാലഘട്ടം വരെ നമ്മെ നയിച്ചു. അതുപോലെ ഈ വിശ്വാസത്തിന്റെ വാഹകന്മാരായി തീരണം. ഈ വിശ്വാസത്തെ അടുത്ത തലമുറയ്ക്ക് മാരത്തോൺ ഓട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് പോലെ സത്യവിശ്വാസത്തിന്റെ വാഹകരായിട്ട് നിങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥി ജീവിതം പൂർത്തീകരിക്കുമ്പോഴും നിങ്ങൾ ആ വിധത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോഴും സഭയുടെ വിശ്വാസത്തിന്റെ വാഹകരായി ജീവിക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് വലിയ ചുമതലയുണ്ട്. അത് നിങ്ങൾ മറന്നു പോകരുത് എന്നാണ് ഇത്തരണത്തിൽ എനിക്ക് ഓർപ്പിക്കാനുള്ളത്. അപ്പോഴേ ഞാൻ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. ദൈവത്തെ നഷ്ടപ്പെടുത്തുന്ന ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ദൈവീക സ്പർശം ഉണ്ടാകണം. 2, സഭയുടെ സത്യവിശ്വാസത്തിന്റെ വാഹകരായി നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. 3, നിങ്ങളെ കൊണ്ട് സഭയ്ക്ക്, സമൂഹത്തിന് എന്താണ് പ്രയോജനം എന്നുള്ളതും കൂടെ നിങ്ങൾ ചിന്തിക്കണം. ദൈവവും സഭയും മാത്രം പോരാ, നിങ്ങളുടെ ചുറ്റുമുള്ള വ്യത്യസ്ത മതങ്ങളിലെ, വ്യത്യസ്ത വിശ്വാസങ്ങളിലെ, ഒരുപക്ഷെ ദൈവമില്ലാത്ത വിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാവുന്ന നിരീശ്വര സമൂഹം എന്ന് വേണമെങ്കിൽ വിളിക്കപ്പെടാവുന്ന അവർക്കും കൂടെ നമുക്ക് എന്ത് നന്മ ചെയ്യാൻ കഴിയുമെന്നും കൂടെ വിദ്യാർത്ഥികളായ നമ്മൾ ചിന്തിക്കണം എന്നാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. ഇന്നിന്റെ വെല്ലുവിളികൾ എന്താണെന്ന് തിരിച്ചറിയണം. ഇന്നിന്റെ വെല്ലുവിളികൾ എന്താണെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഇവിടെ മനുഷ്യവാസ യോഗ്യമല്ലാത്ത നിലയിൽ നമ്മുടെ സംസ്ഥാനം തളരുകയാണ്. എവിടെ നോക്കിയാലും മാലിന്യം, എവിടെ നോക്കിയാലും മദ്യത്തിന്റെ വിപത്ത്, എവിടെ നോക്കിയാലും പരിസ്ഥിതിയുടെ ചൂഷണം, എവിടെ നോക്കിയാലും ജീവിത യോഗ്യമല്ലാത്ത സംവിധാനം, എവിടെ നോക്കിയാലും അഴിമതി. മനുഷ്യവാസ യോഗ്യമല്ലാത്ത ഒരിടമെന്ന് ഒരിക്കലും നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾക്ക് സാക്ഷ്യപ്പെടുത്തുവാനിടയാകരുത്. അതുകൊണ്ട് നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ പോലും മനുഷ്യ സേവനത്തിന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ഒരു പ്രാധാന്യം കൊടുക്കണം. മാനവികത, ആ മാനവികതയ്ക്കും നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ സ്ഥാനമുണ്ടായിരിക്കണം. ഞാൻ എൻ്റെ ഈ ഉദ്ഘാടന പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല, സമയം അധികമാണെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെപ്പോലെ ഒരു വിദ്യാർത്ഥിയായും അതുപോലെ അതിലൂടെ കടന്നു വന്ന ഒരു ഉൽപ്പന്നമാണ് ബലഹീനനായിരിക്കുന്ന ഞാനും. ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നുണ്ട്. തൃശൂർ സെന്റ് തോമസ് കോളേജിലും തുടർന്ന് കോട്ടയം CMS കോളേജിലും
അതുപോലെ എൻ്റെ പഠനകാലങ്ങളിലൊക്കെ ഇത് ഒരു വ്യവസ്ഥയാണ്. ഈ MGOCSൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു ആവേശമായിരുന്നു. അന്ന് കോളേജ് സെന്റേഡ് പ്രവർത്തനമാണ്, ഇന്ന് ആ പശ്ചാത്തലമല്ല. എങ്കിൽ പോലും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു ഉൽപ്പന്നം എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ 3 കാര്യങ്ങൾ മറന്നു പോകാതിരിക്കട്ടെ. ദൈവിക സ്പർശം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സഭയുടെ സത്യവിശ്വാസത്തിന്റെ വാഹകന്മാരായി നിങ്ങൾ തീരട്ടെ. സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായി നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ സമയത്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ഉത്തരവാദിത്തമുള്ള നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിന് അല്പം പോലും പോറലേൽക്കാതെ ദൗത്യപൂർണമായ ഉത്തരവാദിത്തം നല്ലതുപോലെ മനസ്സിൽ രൂപപ്പെട്ട് മുന്നോട്ട് പോകുന്ന നല്ല നക്ഷത്ര ശോഭയുള്ള ജീവരത്നങ്ങളായി തീരട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവയുടെ പിന്നിൽ നമുക്കും അണിനിരക്കാം. നവംബർ 25 നസ്രാണി മഹാസംഗമം അത് തെളിയിക്കട്ടെ. അതിനായി നമുക്കും കൈകോർക്കാം. പരിശുദ്ധ പിതാവിന്റെ അനുഗ്രഹിത വാക്കുകൾക്ക് തൃപ്പാദത്തെങ്കിൽ നന്ദി സമർപ്പിക്കുന്നു. അടുത്തതായി ഒരു ഗാനം ആലപിക്കുന്നതിനായി പേരുമേട് മാ ബസേലിയോസ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ശ്രീ ഏബൽ ജോർജിനെ ക്ഷണിക്കുന്നു. ഈശോയുടെ നിശബ്ദതയിൽ നിരാശ തന്നെ ചുഴിയിൽ ഞാൻ നിരാലംബരായി നിന്നപ്പോ നീ തന്നെനിക്കു ബലം കരം. ഈശോയുടെ നിശബ്ദതയിൽ നിരാശ തന്നെ ചുഴിയിൽ ഞാൻ നിരാലംബരായി നിന്നപ്പോ നീ തന്നെനിക്കു ബലം കരം. ഈശോയുടെ നിശബ്ദതയിൽ ഒരു നാൾ നീ വരുമ്പോ ഒപ്പമെത്തിയിടും ഞാൻ വിശുദ്ധനാ. ഒരു നാൾ
ഓർമ്മകളാലെ ഞാൻ പിന്നിടുന്നു. ഈശോയുടെ നിശബ്ദതയിൽ നിരാശ തന്നീർ ചുഴിയിൽ ഞാൻ നിരാലംബരായി നിന്നപ്പോൾ നീ തന്നെനിക്കു നിൻ ബലംകരം. ഈശോയുടെ നിശബ്ദതയിൽ നിരാശ തന്നീർ ചുഴിയിൽ ഞാൻ നിരാലംബരായി നിന്നപ്പോൾ നീ തന്നെനിക്കു നിൻ ബലംകരം. ഈശോയുടെ നിശബ്ദതയിൽ കോളേജ് തല മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ഏബൽ ജോർജിന് അഭിനന്ദനങ്ങൾ. അഭിനന്ദ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനി, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്ന പൗലോസ് മാർ പക്കോമിയോസ് തിരുമേനി, ജോമാർ പീലക്സിനോസ് തിരുമേനി, ഈ പ്രാർത്ഥനാ നക്ഷത്രങ്ങൾക്ക് മുന്നിൽ 1 മിനിറ്റ് നമുക്ക് ആദരാഞ്ജലികളോടെ എഴുന്നേറ്റ് നിൽക്കാം. ആചാര്യേശാമശിഹാകൂദാശകളർപ്പീശോ ആചാര്യന്മാർക്കേകുക പുണ്യം നാദസ്തോത്രം. ഈ സമ്മേളനത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റും ബോംബെ ഭദ്രാസനാധിപനുമായ അഭിവന്യ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പോലിത്തായാണ്. അഭിവന്യ പിതാവിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കും. ത്രിയേക ദൈവത്തിന് സ്തുതി. പരിശുദ്ധ ബാബ തിരുമേനി, അഭിവന്യ ഡോക്ടർ ക്രിസോസ്റ്റമോസ് തിരുമേനി, ഡോക്ടർ ബിജു, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഡോക്ടർ വർഗീസ് അച്ഛൻ, വന്യറമ്പാച്ചൻ, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളെ, വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, ഗുരുക്കന്മാരെ, മാതാപിതാക്കളെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ കേട്ടപ്പോൾ സ്റ്റാർ സിംഗേഴ്സിനെ പോലെയുള്ള പരിപാടികൾ വാച്ച് ചെയ്യുമ്പോൾ ആവേശകരമായിട്ട് അലകൾ സൃഷ്ടിക്കപ്പെടുന്ന മുഹൂർത്തത്തെ ഞാൻ ഓർക്കുകയാണ്. മലങ്കര സഭയുടെ മാന്യതയും പാരമ്പര്യവും പരിമല പെരുന്നാളിൻ്റെ സാങ്കത്യവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തിരുവചനത്തിൽ നിന്ന് തിരുസന്നിധിയിൽ നിന്ന് കേൾക്കുവാനായിട്ട് സാധിക്കുന്ന ശബ്ദങ്ങൾ കൈമാറിയ നമ്മുടെ ഈ കുഞ്ഞുങ്ങളോട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തുള്ള ആദരവ് ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. 3 ഉന്നതരായിട്ട് പിതാക്കന്മാരെ അനുസ്മരിച്ച അവസരമാണ്. അഭിനന്ദ ഒസ്താത്യോസ് തിരുമേനി കഴിഞ്ഞ പ്രാവശ്യവും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പക്വമോസ് തിരുമേനി, ഫിലിസ്തീനോസ് തിരുമേനിക്ക് ഇതുപോലുള്ള സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനായിട്ട് കുറേ നാളുകളായിട്ട് പ്രയാസമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം കിടക്കയിൽ കിടന്ന് പോലും സഭയുടെ വളരെ നിർണായകമായിട്ടുള്ള പല കാര്യങ്ങൾക്കും വളരെ വിലപ്പെട്ട സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്നു എന്നുള്ളത് അറിയാത്തവരല്ല എൻ്റെ മുമ്പ്. ആ പിതാക്കന്മാരുടെ മുമ്പിൽ ആദരവുകൾ അർപ്പിക്കുകയാണ്. അവർ കടന്നുപോയതിലുള്ള ദുഃഖമുണ്ടെങ്കിലും കടന്നുപോയ ദേശത്തെക്കുറിച്ചും അവരുടെ ഇപ്പോഴത്തെ നിരന്തരമായിട്ടുള്ള ഭാവങ്ങളെക്കുറിച്ചും വ്യക്തമായി ബോധ്യമുള്ള ഒരു സഭയുടെ അരുമസന്താനങ്ങൾ എന്നുള്ള നിലയിൽ പ്രത്യാശയോടെ ആ ലോകത്തിലേക്ക് ഉറ്റുനോക്കുകയും വിനയപൂർവ്വം നമ്മുടെ സന്ദേശങ്ങളെ കൈമാറുകയും നമ്മുടെ സ്തോത്രങ്ങളും അപേക്ഷകളും അവരുടെ വാക്കുകളുടെ പിന്നിൽ നിന്ന് ദൈവസന്നിധിയിൽ കാഴ്ചയായി വേർതിരിയട്ടെ എന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. അവിടെ മധ്യസ്ഥത നമുക്ക് കൂട്ടാണ്, കോട്ടയാണ്, കാവലാണ്, തുണയാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ഞാനിവിടെ യാത്ര ചെയ്ത അവസരത്തിൽ കോട്ടയത്ത് സ്റ്റുഡൻസിൽ താമസിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിന് സുഖമില്ല, അവൻ ആശുപത്രിയിലാണെന്ന് കേട്ടു. വളരെ അത്യാവശ്യത്തിന് എനിക്ക് പരിപാടിക്ക് പോകണമെങ്കിലും അവൻ്റെ സാഹചര്യം ഇച്ചിരി അവശതയിലാണ് എന്ന് കേട്ടപ്പോൾ ഞാൻ അവിടെ കാണാൻ പോയി.
കണ്ടു കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ ദുഃഖം തോന്നി. ഡോക്ടറുടെ റിപ്പോർട്ടൊക്കെ വളരെ മോശമായിരുന്നു. അതിൽ കഴിഞ്ഞ ദിവസം ഞാൻ കോട്ടയത്ത് സ്റ്റുഡൻറ് സെൻറ്റർ വന്നപ്പം ആ ചെറുപ്പക്കാരൻ എന്നെ വന്നിച്ച് പറഞ്ഞു, തിരുമേനി, ഞാൻ ഇടയ്ക്ക് ഒരു ഫിലിമിൽ അഭിനയിച്ചു. അഭിനയം കഴിഞ്ഞപ്പം അതിൻ്റെ ഉന്നതരായിട്ടുള്ള ആളുകൾ, നാഷണൽ അവാർഡ് ലഭിച്ചിട്ടുള്ളവർ എന്നെ അങ്ങേയറ്റം പ്രകീർത്തിച്ചു. മറ്റ് ചില സിനിമയിലൊക്കെ അഭിനയിക്കാൻ എനിക്ക് അവസരം തന്നിരിക്കുന്നു. അവന് ദൈവം അനുവദിച്ചാൽ മലങ്കര സഭയിലെ ഒരു വൈദികനാകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരൻ. 2 ചെറുപ്പക്കാരെ ഇന്ന് ആദരിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. വിപിൻ ബാബുവും ജിക്കു തോമസ്. ജിക്കുവിൻ്റെ കാര്യം എനിക്ക് പശ്ചാത്തലം കൃത്യമായിട്ട് അറിയാൻ പാടില്ല. ക്യാപ്റ്റൻ രാജുവൊക്കെ മലങ്കര സഭയുടെ പല വേദികളും സംസാരിച്ചിട്ടുണ്ട്. ഒരു സിനിമാ താരമായതുകൊണ്ട് അവശനാവുകയല്ല ക്രൈസ്തവ മൂല്യങ്ങളിൽ. സിനിമയുടെ മേഖലയിൽ തനിക്ക് ലഭിച്ചിട്ടുള്ള ആദരവും അംഗീകാരവും എന്നതിനേക്കാൾ കൂടുതലായിട്ട് രക്ഷകനായ യേശുവുമായിട്ടുള്ള മമത, അത് താൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തൻ്റെ മാതാപിതാക്കൾ നിർബന്ധപൂർവം സ്നേഹപൂർവ്വം വളരെ താല്പര്യത്തോടെ കൈമാറിയ അനുഭവങ്ങൾ, അതുവഴി ജീവനുള്ള ദൈവത്തെ കണ്ടെത്താനും കിട്ടിയ ഭാഗ്യം, അത് സുവിശേഷ പ്രാസംഗികരെക്കാൾ ഗാംഭീര്യത്തോടെ വീര്യത്തോടെ സംസാരിക്കുന്ന വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. പരിശുദ്ധ ബാവ തിരുമേനി അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും തൻ്റെ നൊമ്പരങ്ങൾ കൈമാറുകയും ചെയ്ത ആ പശ്ചാത്തലം തുടർന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഒരു പുതിയ യുഗത്തിൻ്റെ പിറവി ആവശ്യമാണ്. ഇടയ്ക്ക് ചില അവശതകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റി ഈ മൂല്യങ്ങളിൽ നിലനിന്ന് വ്യക്തമായ ദർശനത്തോടെ ലക്ഷ്യബോധത്തോടെ നീങ്ങുവാൻ സാധിക്കുന്ന ഒരു യുഗത്തിൻ്റെ പിറവിയായിരിക്കണം. കാതലിക്കേറ്റിൻ്റെ സെൻറ്റനറി ആഘോഷിക്കുമ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനം അതിൻ്റെ ഒരു അംശമായിരിക്കണമെന്ന് ആഗ്രഹിച്ച് കോട്ടയത്ത് വെച്ച് മാമന്മാർ ഹാള് വേർതിരിച്ച് വളരെ വിപുലമായ സന്നാഹങ്ങൾ ഒരുക്കി. പരിശുദ്ധ ബാവ തിരുമേനി പ്രസംഗത്തിൽ പരോക്ഷമായിട്ട് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ വൈകൃതങ്ങൾ മുഖാന്തരം അന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചു. നമ്മുടെ പരിപാടി കൃത്യം സമയത്ത് നടന്നില്ല. ഒരു 1500 പേര് പങ്കെടുക്കുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഇതെങ്ങനെ നടക്കും, പ്രത്യേകിച്ച് ഒരു അധ്യയന ദിവസം ഈ കാര്യങ്ങൾ നിർവഹിച്ചാൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് വിചാരിച്ചു. ശരിക്കും ഭയപ്പാടായിരുന്നു. എന്നാൽ ജനറൽ സെക്രട്ടറിയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് മുഴുവൻ സമയ പ്രവർത്തകരും അതുപോലെ തന്നെ ചെറുപ്പക്കാരും രാവും പകലും അധ്വാനിച്ചു. കോളേജ് പ്രിൻസിപ്പൽമാരും ഉന്നതരായിട്ടുള്ള വ്യക്തികളും അതിന് അങ്ങേയറ്റം അനുകൂലമായിട്ട് നിന്നു. 1600 പേരിൽ കൂടുതൽ പങ്കെടുത്തുകൊണ്ട് കോട്ടയത്ത് വളരെ അനുഗ്രഹമായിട്ട് കൃത്യസമയത്ത് കാര്യങ്ങൾ നിർവഹിക്കുന്ന അടുക്കം ചിട്ടയുമുള്ള നല്ല ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു മഹൽ സമ്മേളനം നമുക്ക് നടത്താനായിട്ട് സാധിച്ചു. ദൈവത്തിൻ്റെ കൃപയാണ്. ഇതെല്ലാം നമ്മൾ വിളിച്ചറിയിക്കുന്നത് സാധ്യമല്ലാത്തതോ ഒന്നുമില്ല. അടുക്കും ചിട്ടയുമുള്ളവരായി ദൈവാശ്രയമുള്ളവരായി ലക്ഷ്യബോധത്തോടെ നീങ്ങുകയാണെങ്കിൽ, പരിപൂർണതയുടെ സംസ്കാരം ഏറ്റുവാങ്ങുവാനായിട്ട് ഉത്സാഹിക്കുകയാണെങ്കിൽ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഒരു അരുമസന്താനമായി വളരുവാനും ഉയരുവാനും സാധിച്ചതിൽ അഭിമാനം കൊള്ളുന്നു എന്ന ഈ സഭയുടെ പരമാധ്യക്ഷൻ പറഞ്ഞ വാക്കുകളുടെ ചുവട് പിടിച്ച് നീങ്ങുവാനായിട്ട് ആരെങ്കിലും സ്വന്തം ജീവിതം നേർച്ചയായി സമർപ്പിക്കുന്നെങ്കിൽ മലങ്കര സഭയുടെ അതിരിനുള്ളിൽ മാത്രമല്ല, ഭാരതാംബയുടെ വികാരങ്ങൾക്ക് മുമ്പിലും ലോക ജനതയുടെ മനസ്സാക്ഷിയുടെ മുമ്പിലും തൻ്റെടമുള്ളവരായിട്ട് ചങ്കുറപ്പുള്ളവരായിട്ട് ക്രിസ്ത്യൻ മൂല്യങ്ങളോടുകൂടി നീങ്ങാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു യുഗപ്പിറവിയായിട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഈ കാലഘട്ടത്തെ കാണണം, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കോൺഫറൻസുകൾ പലതും നടന്നിട്ടുണ്ട്. 103 കോൺഫറൻസ് നടന്നു. 104ാമത്തെ കോൺഫറൻസ് കേരളത്തിന് വെളിയിൽ ആദ്യം നടക്കാൻ പോവുകയാണ്. പരിശുദ്ധ ബാവ തിരുമേനിയുടെ മഹനീയ നേതൃത്വത്തിലാണ് ആ കോൺഫറൻസ് നടക്കുന്നത്. ഈ ഇത്ര തിരക്കുള്ള ഒരു പിതാവ് അത്ര ദൂരെ വന്ന് ആ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യാമെന്നും കുറേ സമയം നമ്മുടെ കൂടെ ചെലവഴിക്കാമെന്നും സമ്മതിച്ചതിന് അത്ഭുതമാണ്. അതുപോലെ ഉന്നതരായിട്ടുള്ള ആളുകൾ, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ, അതുപോലുള്ള ഉന്നതരായിട്ടുള്ള ആളുകൾ ആ സമ്മേളനത്തിൽ വരും. ഗവർണറും മറ്റ് ആളുകളും അതിനകത്ത് നേതൃത്വം നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. കോട്ടയത്ത് ബോംബെയിൽ 2 സമ്മേളനങ്ങൾ നടക്കും. ഈ സമ്മേളന വേദിയെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വ്യക്തിപരമായി എൻ്റെ ഒരു സ്വപ്ന ലോകമാണ് ഗ്രിഗോറിയൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന റോഹയിലെ ആ സ്ഥലം. 10-78 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്.
ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പരിശുദ്ധ ബാവ തിരുമേനി ഇപ്പം കേരളത്തിൽ നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് പരാമർശിച്ചു. ഞങ്ങളൊക്കെ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരാളിൽ നിന്നും 5 രൂപ പോലും വാങ്ങിക്കാറില്ല അധ്യാപകരിൽ നിന്ന്. വിദ്യാർത്ഥികൾ ഇവിടെ റോഹയിൽ നമ്മൾ സ്കൂൾ ആരംഭിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് സിലബസിലുള്ള ഒരു സ്കൂളിനുള്ള ആർത്തിയെ കുട്ടികളുടെ മനസ്സിലും മാതാപിതാക്കളുടെ അടുത്ത് കാണുകയുള്ളൂ എന്ന് വിചാരിച്ചു. എന്നാൽ അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 4 പേരൻസ് വന്നേച്ച് ചോദിച്ചു, നിങ്ങൾക്കൊരു CBSE സ്കൂൾ തുടങ്ങാമോ? ഞങ്ങൾ സ്റ്റേറ്റ് സിലബസ് തുടങ്ങുമ്പോൾ വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് 200 രൂപ ഫീസ് വാങ്ങിച്ച് സ്കൂൾ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചു. അതേ തുക വെച്ചാണ് ആ സ്കൂൾ തുടങ്ങിയത്. ഇപ്പോൾ കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്. എങ്കിൽ പോലും ലോകത്തിലെ ഒരിടത്തും ഒരു CBSE സ്കൂളിന് ഇതുപോലെ തുച്ഛമായ ഒരു ഫീസ് വാങ്ങിക്കാറില്ല. പക്ഷെ വളരെ മെച്ചമായ ഒരു സ്കൂളായിട്ട് റോഹ പ്രദേശത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്കൂളായിട്ട് ഗ്രിഗോറിയൻ സ്കൂള് ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അങ്ങേറ്റം സന്തോഷത്തോടെ വിനയപൂർവ്വം അറിയിക്കുകയാണ്. അതിന് കോഴികളെ വളർത്തിക്കൊണ്ടിരുന്ന കെട്ടിടങ്ങളാണ് കൺവേർട്ട് ചെയ്ത് തൽക്കാലത്തേക്ക് സ്കൂൾ റൂമുകളായിട്ട് മാറ്റിയത്. അതിനൊരു പുതിയ കെട്ടിടം പണിതുകൊണ്ടിരിക്കുക. കോടികൾ ആവശ്യമുണ്ട്. ഞങ്ങൾ കോടിയിരിക്കുന്ന ഒരു അവസരമാണ്. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കാര്യങ്ങളൊക്കെ നടക്കും. ദൈവം കാരുണ്യവാനാണ്. അത്ഭുതകരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് മാത്രമല്ല, ഈ കോൺഫറൻസിന് ഒരു പുതിയ മാനം സൃഷ്ടിച്ചാൽ കൊള്ളാവുന്നുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന കാലം മുതൽ ഞാൻ കാണുന്ന ഒരു സ്വപ്നമാണ്. മലങ്കര സഭയുടെ ആരാധനാക്രമങ്ങൾ ചൊല്ലിവിട്ട് പോകുന്ന ഒരു പ്രവണതയുണ്ട്. അതിലെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ചും മലയാളം അറിയാൻ പാടില്ലാത്തവർക്ക് വലിയ നിശ്ചയമൊന്നുമില്ല. സമയം കൊല്ലുന്ന ഒരു പരിപാടിയാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും ആശയസമ്പുഷ്ടമായിട്ടുള്ള ആരാധനാക്രമങ്ങൾ, അനുഭവങ്ങൾ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നത് ഓരോ വ്യക്തിയെയും സ്പർശിക്കുന്ന ഉന്നതരായിട്ടുള്ള പിതാക്കന്മാരെയും അതിശ്രേഷ്ഠതയും ഒരുമിച്ച് അണിനിരത്തി അവരെ മാതൃകയായിട്ട് വരച്ചു കാട്ടുന്ന അവരുടെ ആരാധനാ ശൈലി എന്തെന്ന് കണ്ട് അതിനെ പിൻപറ്റുവാൻ സാധിക്കുന്ന അതിശ്രേഷ്ഠമായിട്ടുള്ള ആരാധനാക്രമം നമുക്കുണ്ട്. പക്ഷേ വളരെ തുച്ഛമായും പുച്ഛമായുമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതിന് മാറ്റം വരുത്തുവാൻ പണിപ്പുരയിൽ കുറേ പേര് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ബുധനാഴ്ച കന്യമറിയാമിനെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന ദിവസമാണ്. വ്യാഴാഴ്ചയാകുമ്പം അപ്പോസ്തലന്മാരും പിതാക്കന്മാരും അവരെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ്. വെള്ളിയാഴ്ച രക്ഷകനായ യേശുവിൻ്റെ കുരിശുമേലുള്ള മരണവും ആ കുരിശിനോട് ബന്ധിച്ചുള്ള ചിന്തകളും നമുക്ക് ധ്യാന വിഷയമാണ്. എന്നാൽ ഇതെല്ലാം ചൊല്ലിപ്പോകുന്നതുകൊണ്ട് പലപ്പോഴും കിട്ടാറില്ല. ഒന്ന് ഫോക്കസ് ചെയ്ത്, ഒന്ന് പോസ് ചെയ്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും അർത്ഥസമ്പുഷ്ടമായിട്ടുള്ള ആരാധനാക്രമം അനുഭവത്തോടു കൂടി കൊണ്ടുവരാനും തക്കവണ്ണമുള്ള ഒരു ക്രമീകരണം ചെയ്യാനായിട്ട് വർക്ക്ഷോപ്പുകൾ മാറി മാറി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി അച്ഛൻ ബോംബെ വന്നപ്പം അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോൺഫറൻസ് നടക്കുന്നത് 26-ാം തീയതി, ഡിസംബർ 26-ാം തീയതി. ഡിസംബർ 26-ാം തീയതി ക്രിസ്മസിനോട് ബന്ധിച്ചുള്ളൊരു സന്ധ്യ വേർതിരിക്കുമ്പോൾ നമ്മുടെ തീജ്വാലയുടെ ശുശ്രൂഷയുണ്ട്. തീജ്വാലയുടെ ശുശ്രൂഷ എന്താണെന്ന് വലിയ നിശ്ചയമൊന്നുമില്ലാതെ കുന്തിരിക്കം വലിച്ചെറിയുന്ന ഒരു സംസ്കാരമാണ് പലപ്പോഴും ഉള്ളത്. അതിന് മാറ്റം വരുത്തി എന്താണ് നമ്മുടെ ശുശ്രൂഷകളും അനുഷ്ഠാനങ്ങളും, അത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ എങ്ങനെ രൂപാന്തരപ്പെടുത്തേണ്ടത്, മൂല്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ആരാധനാക്രമത്തിൽ ആവേശത്തോടെ കടന്നു ചെല്ലുവാനുള്ള ഒരു യുഗത്തിൻ്റെ പിറവിയായിട്ട് അതിൻ്റെ വാതായനം തുറക്കുന്ന ഒരവസരമായിട്ട് തീർത്താക്കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നു. 700-നും 800-നും ഇടയ്ക്ക് വിദ്യാർത്ഥികൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ സീനിയർ ഫ്രണ്ട്സായിട്ട് പല ആളുകൾ അതിന് നേതൃത്വം നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഭാവത്തിനെ കൂടാതെ പിതാക്കന്മാരും പുരോഹിതന്മാരുമായിട്ട് ഉന്നതരായിട്ടുള്ള ആളുകൾ ആ കോൺഫറൻസിൽ നേതൃത്വം നൽകുകയാണ്. ഇവിടെ നിന്ന് നിങ്ങൾ കടന്നു വരുമ്പോൾ 29-ാം തീയതി രാത്രി വിശുദ്ധ കുർബാനയോടുകൂടി അവസാനിക്കുമെങ്കിലും 30-ാം തീയതി ബോംബെ ദർശൻ എന്നൊരു പരിപാടിയുണ്ട്. ബോംബെ കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് ബോംബെ ഒന്ന് പരിചയപ്പെടുവാനുള്ള ചെറിയ ഒരവസരം 30-ാം തീയതി മുഴുവനായിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ വിവരിക്കുന്നില്ല, അതിൻ്റെ വിശദാംശങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ടുവേർഡ്സ് ദി ഹെവൻലി ട്രഷേഴ്സ് ഇൻ ദി എർത്ത് ആൻഡ് വെസൽസ് എന്ന് പറയുന്ന പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട തീമായിട്ട് വെച്ചിരിക്കുന്നത്. അത് പറയുമ്പം ഈ പരിമല മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ പറയുമ്പം പരിമല തിരുമയുടെ ശരീരവും നിങ്ങളെയും എന്നെയും പോലെ മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്. എന്നാൽ ആ എർത്ത് ആൻഡ് വെസലിൽ ഹെവൻലി ട്രഷേഴ്സ് എങ്ങനെ നിക്ഷേപിക്കാൻ സാധിക്കും? അതിൽ നിന്ന് നിരന്തരമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന കൃപ കൊണ്ട് ഓർത്തഡോക്സാരോ ക്രിസ്ത്യാനികളോ അല്ല ഈ പ്രദേശത്ത് വരുന്നത്.
നാനാജാതി മതസ്ഥരും ദൈവത്തിൻ്റെ സ്പർശമേറ്റ് സൗഖ്യത്തിൻ്റെ കരം ഉൾക്കൊണ്ടുകൊണ്ട് അനുഗ്രഹമായിട്ടുള്ള അനുഭവത്തിൽ കടന്നു പോകുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഭാഗ്യം നമ്മൾക്കും വീണ് കിട്ടുന്ന ഒരവസരമാണ്. എനിക്ക് കിട്ടിയ അവസരം ചുരുക്കമാണെന്ന് എനിക്കറിയാം. ഞാനുണ്ട് വളരെ ദീർഘമായിട്ട് ഇനി സംസാരിക്കുന്നില്ല. ഈ പെരുന്നാളിന് പരിശുദ്ധ വലിയ ബാബ നേതൃത്വം നൽകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള ക്ഷീണം കൊണ്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ല. 92-ാം ജന്മദിനം ആചരിച്ചിട്ട് ഏതാനും ദിവസങ്ങളെ ആയുള്ളൂ. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആദരപൂർവമായിട്ടുള്ള ബഹുമാനങ്ങൾ, പ്രാർത്ഥനകൾ അദ്ദേഹം സൗഖ്യത്തോടെ സമാധാനത്തോടെ ഈ നാളുകൾ ചെലവഴിക്കുവാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മെ അനുഗ്രഹിക്കുവാനും കൃപ അരുളണമേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വേർതിരിക്കാം. പരിശുദ്ധ ബാബാ തിരുമേനി ഈ ഉന്നത സ്ഥാനത്തേക്ക് പ്രവേശിച്ചിട്ട് 2 വർഷം തികയായിരുന്നു ഇന്നലെ. ഈ വേദിയിൽ തന്നെ ഇന്നലെ ഒരു മഹൽ സമ്മേളനം ഉണ്ടായിരുന്നു. ഇന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെതായിട്ടുള്ള ഈ സമ്മേളനം നടക്കുമ്പോൾ ഈ സമ്മേളന പരമാധ്യക്ഷന് ആദരവ് അർപ്പിക്കുവാനും നമ്മുടേതായിട്ടുള്ള സപ്പോർട്ട് കൈമാറുവാനുമുള്ള ഒരവസരമായിട്ട് ഞാനിതിനെ കാണുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു രംഗമുണ്ട്. രക്ഷകനായ യേശു പൊടുന്നനവേ പറഞ്ഞു, നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകാം. മരണത്തിൻ്റെ വാതിക്കലേക്ക് കാണുന്ന ശിഷ്യന്മാർക്കെല്ലാം അറിയാം. കർത്താവ് കുറച്ചുകൂടെ ഊന്നൽ കൊടുത്ത് പറഞ്ഞു, ഞാനിതെല്ലാം അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കൂടെ ഇരുന്ന ഒരു ശിഷ്യൻ പറഞ്ഞു, നമുക്കും മരിക്കേണ്ടതിന് അവൻ്റെ കൂടെ പോകാം. ആ കർത്താവിൻ്റെ വാത്സല്യ ശിഷ്യനായ മോർത്തോമാശ്ലീഹയുടെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ഈ പരിശുദ്ധ പിതാവ് കുറേ നാളുകൾക്ക് മുമ്പ് മലങ്കര സഭയ്ക്ക് ചില വെല്ലുവിളികൾ ഉയരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ മരിക്കേണ്ടി വന്നാലും ഞാൻ ഉപവാസത്തിലേക്ക് കയറുകയാണെന്ന് പ്രഖ്യാപിച്ചു. വ്യക്തിപരമായിട്ട് ആ സമയത്ത് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. പരിശുദ്ധ ബാബാ തിരുമേനിയുടെ ദൃഢനിശ്ചയം ഈ മോർത്തോമായുടെ സംസ്കാരമാണ് വിളിച്ചറിയിച്ചത്. അവിടെ 2 ചിന്തകളാണ്. അതേ ശൈലി വളർത്തിയെടുക്കുവാൻ മലങ്കര സഭയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അരുമസന്താനങ്ങൾക്ക് സാധിക്കണം എന്നാണ് പരിശുദ്ധ ബാബാ തിരുമേനി കുറച്ച് മുമ്പ് സംസാരിച്ചത്. നമുക്കും അവനോടുകൂടി പോകാം എന്ന് പറയുന്ന ഒരു ശബ്ദമായിരിക്കണം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ. അതാണ് ഈ പിതാവിനെ ആദരിക്കുന്ന സംസ്കാരത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുന്നതിൻ്റെ ആദ്യ പാഠം. ആ ഭാഗ്യകരമായിട്ടുള്ള അനുഭവത്തിന് ഈ പരിമല ഒരു സാക്ഷ്യം വഹിക്കട്ടെ. തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ പ്രത്യാശയോടെ മുന്നേറുവാൻ കൃപയള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് മുഖ്യ സന്ദേശം നൽകുന്ന ഡോക്ടർ ബിജുവിനെ എനിക്ക് നന്നായിട്ട് അറിയാം. വടക്ക് പ്രദേശത്ത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരുന്നപ്പം ബോംബെ ഭദ്രാസനത്തിലെ ചില പള്ളികളിലെ ചില വിഷയങ്ങൾ, ചില സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ വളരെ തിരക്കായിരുന്നെങ്കിലും അതിനകത്ത് വളരെ ശ്രദ്ധയോടെ സമയം ചെലവഴിച്ച് ഞാൻ ഓർക്കുക. അഭ്യന്യ തേവദോസ് തിരുമേനി കാലം ചെയ്തപ്പോൾ കുറേ നാളത്തേക്ക് പരിശുദ്ധ സഭ എന്നെ കൽക്കട്ട ഭദ്രാസനത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചു. അതിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ മസ്കറ്റിൽ പോയപ്പോൾ കുറച്ച് നാളത്തേക്ക് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പം ഒരു സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് കുട്ടികളുടെ ഇടയിൽ പ്രത്യക്ഷമായിരിക്കുന്ന ഡോക്ടർ ബിജുവിനെ ഞാൻ കണ്ടത്. ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങളെ സൂക്ഷ്മ ശ്രദ്ധയോടെ പൂർണ്ണ സമർപ്പണത്തോടെ നല്ല സാക്ഷ്യത്തോടെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരുവനെ ഈ വേദിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ എൻ്റെ സമയം കളഞ്ഞ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന് ഞാൻ വഴിമാറുകയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു പ്രസംഗം കേൾക്കുന്ന ഒരു ശൈലിയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഒരു സമ്മേളനത്തിൽ ഇരിക്കേണ്ടത്. പരിശുദ്ധ ബാബാ തിരുമേനി പറഞ്ഞത് ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മലങ്കര സഭയ്ക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനം കഴിഞ്ഞ നാളുകൾ നൽകിയിട്ടുള്ള സംഭാവനയ്ക്ക് ക്ഷതം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റം വരുത്തുന്ന ഒരു യുഗത്തിൻ്റെ പിറവിയായിരിക്കണം. ഈ റോഹ എന്ന് പറയുന്ന ഗ്രിഗോറിയൻ കമ്മിറ്റിയുടെ സൈറ്റിൽ ഒരു സ്വപ്നം കൂടെയുണ്ട്. ദൈവം അനുഭവിച്ചാൽ പൗരസ്ത്യ പാരമ്പര്യത്തിൽ ഉള്ള സന്യാസി പ്രസ്ഥാനങ്ങൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി ആരംഭം കുറിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്രാവശ്യം വിദ്യാർത്ഥി പ്രസ്ഥാനം ബോംബെ മദ്രാസനം പുറപ്പെടുവിക്കുന്ന കലണ്ടറിനകത്ത് ലോകപ്രസിദ്ധമായിട്ടുള്ള മൊണാസ്ട്രികളുടെ ചിത്രങ്ങളും വിശദീകരണങ്ങളുമാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തെക്കുറിച്ചൊരു ആർട്ടിക്കിളുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഇതുവരെ ഉണ്ടായിരുന്ന പിതാക്കന്മാർ പ്രസിഡന്റുമാരായിട്ട് പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി റംബാനായിട്ടാണ് ആദ്യത്തെ പ്രസിഡന്റ്. അന്ന് മുതലുള്ള പ്രസിഡന്റുമാരുടെ ചിത്രവും വളരെ വിപുലമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒന്നാണ്. അത് ഒരുക്കുമ്പോൾ അതിന് പിന്നിലൊരു വികാരവും അപേക്ഷയുമുള്ളത് അവിടെ ഒരു സന്യാസ പ്രസ്ഥാനം വളർന്നു വരുവാനായിട്ട് നിങ്ങളുടെ മുട്ടിപ്പായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്.
ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും മനനത്തിനും അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കോൺഫറൻസ് സജീവമാക്കുന്നതിനുമായിട്ട് വേർതിരിക്കുകയാണ്. ആ കോൺഫറൻസിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ജനറൽ സെക്രട്ടറിയുടെ നിർദ്ദേശം അനുസരിച്ച് കാര്യങ്ങൾ നീക്കിയാൽ 26-ാം തീയതി നിങ്ങളവിടെ വന്ന് ആ കോൺഫറൻസ് ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ ഇടയാകണം. എല്ലാവർക്കും വരാൻ ഒക്കുകയില്ല, എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ സാധിക്കും. പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചും പരിശുദ്ധ ബാബാതിരുമേനയും ഈ ഉന്നതരായിട്ടുള്ള വരും ഈ മീറ്റിങ്ങിനെ ആശീർവദിച്ചതിൽ, അനുഗ്രഹിച്ചതിൽ, സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയതിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലുള്ള കടപ്പാട് രേഖപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം തിരുമനസിന്റെ വാക്കുകൾക്ക് നന്ദി. അടുത്തതായി ഗാനം ആലപിക്കുന്നത് കോട്ടയം ബസേലിയോസ് കോളേജ് വിദ്യാർത്ഥിനി മിസ് നിമ്മി കുര്യനാണ്. അഖില മലങ്കര MGOCSM കലാമേളയിൽ 1ാം സ്ഥാനം നേടിയ നിമ്മി ജോർജിന് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. ചേർന്നാലും ഒരു നാളിൽ ഉയർക്കും ഞാൻ വിളിച്ചൊല്ലി പിരിഞ്ഞു പോകുന്നിതാ ഉടയോനിൽ ചേർന്നിടുവാൻ സന്താപങ്ങളെ കൂട്ടായവരെ സർവോപദേശത്ത് കാണാൻ
സമ്മേളനം ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് ഇന്ന് മുഖ്യ സന്ദേശം നൽകുവാനായി കടന്നു വന്നിരിക്കുന്ന ഡോക്ടർ ബിജു ജേക്കബ് IAS സാന്നിധ്യമാണ്. കേരള അക്കൗണ്ടന്റ് ജനറലും മലങ്കര സഭയുടെ അഭിമാനവുമായ ഡോക്ടർ ബിജു ജേക്കബിനെ മുഖ്യ സന്ദേശത്തിനായി ക്ഷണിക്കുന്നു. അഭിമന്യ കാതോലിക്ക ബാവ തിരുമേനസ്, ഈ വേദിയിലും ഈ പരിശുദ്ധമായ ഈ തിരുനാളിലും സംബന്ധിക്കുന്നതിന് കടന്നു വന്ന എല്ലാ ശ്രേഷ്ഠ മഹാപുരോഹിതന്മാരെ, അഭിമന്യരായ വൈദികരെ, സിസ്റ്റേഴ്സ്, വേദിയിലിരിക്കുന്നതും സദസ്സിലുള്ളതുമായ ആദരണീയമായ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ടവരെ, ബാവ തിരുമനസ് സൂചിപ്പിച്ചതുപോലെ മലങ്കര സഭയുടെ ഏറ്റവും പ്രധാനമായ ഈ സമ്മേളനത്തിലേക്ക് ഒരുപാട് പ്രമുഖ വ്യക്തികൾ മുഖ്യപ്രഭാഷണം നൽകിയ വേദിയിൽ ഒരു നിസ്സാരനായ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആദ്യത്തെ ചിന്ത, ഞാനിവിടെ നിൽക്കുമ്പോൾ എന്നെ വല്ലാതെ വിനയാന്വിതനാക്കുന്നു. ഒറ്റ വാക്കിൽ ദൈവകൃപയാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് അറിഞ്ഞ് ഞാൻ ആ ദൈവകൃപയ്ക്ക് ഒരു നിമിഷം നന്ദി പറയട്ടെ. തീർച്ചയായിട്ടും ഈ വലിയ അവസരത്തിലേക്ക് എന്നെ ക്ഷണിച്ച അഭിമന്യ കൂറിലോസ് തിരുമേനിയോടും വർഗീസ് അച്ഛനോടുമൊക്കെയുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കട്ടെ. സമയം കടന്നു പോകുന്നത് കൊണ്ട് വേഗത്തിൽ എനിക്ക് സംസാരിക്കുവാനുള്ളത് ഈ MGOCSM പ്രവർത്തകരോടാണ്. അവരുടെയാണ് ഈ സമ്മേളനം. എങ്കിലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വാക്കിൽ ഒരു ചോദ്യം ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. ആരാണ് പരിമല തിരുമേനി? ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും. കാരണം പല ഭവനങ്ങളിലും ഇന്നിവിടെ വന്നിരിക്കുന്ന പല വ്യക്തികളിലും തങ്ങളുടെ കുടുംബത്തിലെ ഒരു അപ്പച്ചനെ പോലെ, തങ്ങളുടെ കുടുംബത്തിലെ ഒരു വ്യക്തിയെ പോലെ സുപരിചിതമായ നാമമാണ് പരിമല തിരുമേനിയുടെ നാമം. സഭാചരിത്രത്തിൽ എന്തായിരിക്കും അദ്ദേഹത്തെ ഒറ്റ വാക്കിൽ നിർവചിക്കുവാൻ സാധിക്കുക? അല്ലെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ റോള്? കാതോലിക്കേറ്റ് പുനഃസ്ഥാപിച്ചിരിക്കുന്ന ഈ 2012 100 വർഷം ആഘോഷിക്കുന്ന ഈ 2012 ഒരൊറ്റ വാക്കിൽ നിർവചിച്ചാൽ, പരിശുദ്ധനായ പരിമല തിരുമേനിയും പുലിക്കോട്ടിൽ തിരുമേനിയും കൈകോർത്ത് നിന്ന് പിടിച്ചതുകൊണ്ടാണ് ഈ സഭ ഇന്ന് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ കോട്ടയത്തിന് വടക്കു ഭാഗത്തേക്ക് ഒതുങ്ങിപ്പോയി ശുഷ്കമായി നിൽക്കേണ്ട സഭ ഇന്ന് തെക്കൻ ഭദ്രാസനങ്ങളിൽ കൂടെ വ്യാപിച്ചു കിടക്കുന്നതിൻ്റെ മുഖ്യ കാരണക്കാർ ഈ 2 വ്യക്തികളാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് സഭയുടെ ആ മുന്നോട്ടുള്ള പ്രയാണത്തിൽ, സ്വാതന്ത്ര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ കാലശേഷം 10 വർഷങ്ങൾക്ക് ശേഷം സ്ഥാപിച്ച കാതോലിക്കേറ്റ് പുനഃസ്ഥാപനത്തിൻ്റെ എല്ലാം അടിത്തറകൾ പാകി സഭ ഇന്ന് നിലനിന്നത് പരിമല തിരുമേനിയുടെയും പുലിക്കോട്ടിൽ തിരുമേനിയുടെയും ത്യാഗോജ്വലമായ സേവനങ്ങളിലൂടെയാണ്. ഒരു നിമിഷം ആ പുണ്യാത്മാവിൻ്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ തലകുനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയ്ക്കും പ്രാർത്ഥനയ്ക്കുമായിട്ട് നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് എനിക്ക് കുഞ്ഞുങ്ങളോട് പറയുവാനുള്ള വിഷയത്തിലേക്ക് ഞാൻ കടക്കട്ടെ. 2 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് സംസാരിക്കുവാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം, മുളന്തുരുത്തിയിൽ ഒരു ദേറാ പട്ടക്കാരനായിട്ട് ചരിത്രത്തിൽ മറയേണ്ടിയിരുന്ന ചാത്തുരുത്തിൽ ഗീവർഗീസ് ശമാച്ചൻ അല്ലെങ്കിൽ ഗീവർഗീസ് കോർപ്പിസ്കോപ്പ ഇന്ന് നാനാജാതി മതസ്ഥരെ ആകർഷിച്ചുകൊണ്ട് നിൽക്കുന്ന വലിയൊരു ജനസമൂഹം ഇന്നിവിടെ സമ്മേളിച്ചു കൂടുന്ന രീതിയിൽ മാറിയതെങ്ങനെ? ഇതാണ് കുഞ്ഞുങ്ങളോടുള്ള മെസ്സേജ്. എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പരിചിതമായ സംഭവങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. കാരണം 10ാം ക്ലാസ്സിലെ സൺഡേ സ്കൂളിനകത്ത് പരിമല തിരുമേനിയുടെ ജീവചരിത്രം പഠിക്കുന്നുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് മലയാള മനോരമയിൽ പ്രൗഢഗംഭീരമായ 4 ലേഖനങ്ങൾ അദ്ദേഹത്തെ പറ്റി ഉണ്ടായിരുന്നു. അഭിമന്യ കാതോലിക്ക ബാവ തിരുമനസിൻ്റെ ഉൾപ്പെടെ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പരിചിതമായ സംഭവങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എനിക്ക് ചോദിക്കുവാനുള്ളത്, ചാത്തുരുത്തിയിൽ ഗീവർഗീസ് മൽപ്പാനായി മാറി തീരേണ്ടിയിരുന്ന തിരുമേനി എങ്ങനെ ഇങ്ങനെ മാറി? ഉത്തരം
ഒരൊറ്റ വാക്ക്, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം, ഉപവാസമൊക്കെ പറയാം, പക്ഷെ ഞാനതിനെ ഒരു വീക്ഷണത്തിലൂടെ ഒന്ന് കാണട്ടെ. ഒരു ദുരന്തവും പ്രതികൂലമായ ഒരു സാഹചര്യവും, സമൂഹം നേരിട്ട പ്രതികൂലമായ ഒരു സാഹചര്യവും തൻ്റെ വ്യക്തി ജീവിതത്തിൽ വന്ന ഒരു ദുരന്തവുമാണ് അദ്ദേഹത്തെ ഈ പദവിയിലേക്ക് കയറ്റിയത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങൾക്കോ അല്ലെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കോ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന ആ ഇൻഫ്ലുവൻസുകളെ നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ആ ഇൻഫ്ലുവൻസുകളിലൂടെ, പ്രതികൂലത്തിലൂടെ ഓരോ സംഭവങ്ങളിലും അടുത്ത സംഭവത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള ഒരു വലിയ ഉൾക്കാഴ്ചയോടും ബോധ്യത്തോടും കൂടി ജീവിതത്തെ സമീപിക്കുമ്പോഴാണ് ആ ജീവിതം വിജയത്തിലേക്ക് കടന്നു പോകുന്നത്. തിരുമേനി തൻ്റെ പിതാവിനേക്കാളും സ്നേഹിച്ചിരുന്ന, തന്നെ ഒരു ചെമ്മാച്ചനാക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച തൻ്റെ ഗുരുഭൂതൻ കൂടിയായ തൻ്റെ പിതൃ സഹോദരൻ ഗീവർഗീസ് മൽപ്പാന് വസൂരി വന്ന് മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 12 വയസ്സ്. 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പ്രായം. ചെമ്മാച്ചനായിരുന്നത് കൊണ്ട് ആ കുട്ടിയുടെ വികാരങ്ങൾക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. തൻ്റെ പിതാവ് നഷ്ടപ്പെടുന്ന പോലത്തെ ഒരു സാഹചര്യത്തിൽ വസൂരി വന്ന് മരിക്കുന്ന ഗീവർഗീസ് മൽപ്പാനച്ചൻ്റെ മരണമാണ് ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആദ്യത്തെ ദുരന്തം. 2, സഭ നേരിട്ട പ്രതികൂലമാണ് ആ സമയത്ത് സഭാവിശ്വാസത്തിലുണ്ടായ കടന്നുകയറ്റം. ഇത് രണ്ടും കൂടിയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. എന്താണ് പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ആ സംഭവങ്ങളിലേക്ക് കടന്നുപോയത്? തനിക്ക് സുറിയാനി വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരുന്ന ഗീവർഗീസ് മൽപ്പാനച്ചൻ്റെ മരണം അദ്ദേഹത്തെ പുതിയ ഒരു ഗുരുവിനെ അന്വേഷിക്കുന്നതിലേക്ക് നയിച്ചു. ആ പുതിയ ഗുരു സുറിയാനി പണ്ഡിതനായ കോനാട്ടൽച്ചനായിരുന്നതുകൊണ്ട് പാമ്പാക്കുടയിലേക്ക് തൻ്റെ സഹോദരിയുടെ ഭവനത്തിലേക്ക് താമസം മാറ്റുന്നതിനിടയായി. തൻ്റെ സഹോദരിയുടെ ഭവനത്തിൽ താമസിച്ച് പാമ്പാക്കുട നിൽക്കുന്ന സന്ദർഭത്തിലാണ് സഭയെ സഹായിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന അന്ത്യോഖ്യയിൽ നിന്നുള്ള കൂറിലോസ് മെത്രാപ്പോലിത്തായുടെ അസിസ്റ്റൻ്റായിട്ടും ദ്വിഭാഷിയായിട്ടും പ്രവർത്തിക്കുവാനായിട്ട് നടത്തിയത്. ആ കൂറിലോസ് തിരുമേനിയുടെ കൂടെ നടന്ന ആ കാലഘട്ടങ്ങളാണ് പിന്നീട് 1875 പാത്രികീസ് ബാവ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലങ്കയായിട്ട് പ്രവർത്തിക്കുവാനും പിന്നീട് മെത്രാൻ പദവിയിലേക്ക് പോകുവാനുമായിട്ട് സാധിച്ചത്. പ്രത്യക്ഷത്തിൽ ഒന്നിനോടൊന്നൊരു കണക്ഷൻ ഇല്ലാത്ത പ്രതികൂലങ്ങളുടെയും ദുരന്തത്തിൻ്റെയും മധ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന് ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നവരിൽ പലരും വേദനയോടും വിഷമത്തോടും ദുഃഖത്തോടും ആവലാതിയോടും കൂടിയാണെങ്കിൽ തിരുമേനിയുടെ ആത്മാവ് നിങ്ങളോട് മന്ത്രിക്കുന്നു. ഈ ദുരന്തങ്ങൾക്ക്, ഈ പ്രതികൂലങ്ങൾക്ക്, ഈ പ്രതിസന്ധികളിലൂടെ ഇതിനിടെയെല്ലാം നൂലുപോലെ കോർത്തിണക്കുന്ന ഒരു മുത്തുമാലയിലെ മുത്തുകൾ പോലെ കോർത്തിണക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൃപ കണ്ടുപിടിക്കുവാൻ സാധിക്കുമോ സഹോദരങ്ങളെ? തിരുമേനിയുടെ ആത്മാവ് ഈ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണിത്. അതുകൊണ്ട് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ സാഹചര്യങ്ങളോ അല്ല, സഭ നേരിട്ട സാഹചര്യമാണ്. അന്നൊരു വൈദിക പഠനത്തിനൊരു ആസ്ഥാനം വേണമെന്നുള്ളത് കൊണ്ടാണ് പരിമല സെമിനാരി തുറന്നു വന്നത്. പക്ഷേ എനിക്കിന്ന് കുഞ്ഞുങ്ങളോട് ചോദിക്കുവാനുള്ള ചോദ്യം അതല്ല. നെടുമ്പാമ്പാക്കുടയിൽ താമസിച്ച് കോണാട്ടച്ചൻ്റെ വീട്ടിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഗീവർഗീസ് ചെമ്മാശൻ തിരഞ്ഞെടുക്കപ്പെട്ടു? ഗീവർഗീസ് ചെമ്മാശൻ മാത്രമല്ല ആ കോനാട്ട് അച്ഛൻ്റെ ഭവനത്തിൽ താമസിച്ച് വൈദിക വിദ്യാഭ്യാസം നടത്തുന്നത്. പരിമല തിരുമേനിയുടെ ജീവിതത്തിലെ ഇതുപോലെ 2-3 സിലക്ഷൻസിലേക്ക് അദ്ദേഹത്തെ നയിച്ച സംഭവങ്ങളാണ് അദ്ദേഹത്തെ മാറ്റിമറിച്ചത്. കുഞ്ഞുങ്ങളോടുള്ള ചോദ്യം, MGOCSM പ്രവർത്തകരോടുള്ള ചോദ്യം, നിങ്ങൾക്കുള്ള ചോദ്യം അവിടെയാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ട് എത്ര ചെമ്മാച്ചന്മാർ അവിടെ പഠിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും 5-10 ചെമ്മാച്ചന്മാരെങ്കിലും കാണും. പക്ഷേ ആ ചെമ്മാച്ചന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഗീവർഗീസ് ചെമ്മാച്ചനെ ആ കൂറിലോസ് തിരുമേനി തിരഞ്ഞെടുക്കുവാനുണ്ടായ കാരണം
ഗീവർഗീസ് ശമാശന്റെ ഇമ്പമാർന്ന സ്വരവും സുറിയാനി ഭാഷയിലുള്ള പാണ്ഡിത്യവും. വയസ്സ് എത്രയുണ്ട്? എൻട്രൻസ് എഴുതുന്ന പ്രായം, +2 കഴിയുന്ന പ്രായം. ഇന്ന് +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളാണ് മനോഹരമായ ഗാനങ്ങൾ ഇന്നിവിടെ ആലപിച്ചത്. ആ പ്രായം, ആ 16-17 വയസ്സിൽ സുറിയാനി ഭാഷയിലുള്ള പാഠവും അതുപോലെ തന്നെ അസാധാരണമായ വിനയവും ഗുരുഭക്തിയും ദൈവാശ്രയവുമാണ് അദ്ദേഹത്തെ ആ ചെമ്മാച്ചന്മാരുടെ കൂട്ടത്തിൽ നിന്ന് കൂറിലോസ് തിരുമേനിയുടെ അസിസ്റ്റന്റായിട്ടും ദുഭാഷിയായിട്ടും ചേരുവാനായിട്ട് ഇടയാക്കിയത്. ചെമ്മാച്ചൻ സുറിയാനി പഠിച്ചപ്പോൾ ഭാവിയിൽ ഞാനിങ്ങനെ കൂറിലോസ് തിരുമേനി എന്നെ വിളിച്ചുകൊണ്ട് പോകും, ഞാൻ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് ആകും, ഭാവിയിൽ പാത്രികീസ് ബാവ കടന്നു വരും, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കും, പിന്നീട് ഞാനൊരു മെത്രാപ്പോലിത്തയാകും. ഇതൊന്നും ചിന്തിച്ചുകൊണ്ടല്ല. തൻ്റെ മുമ്പിൽ അന്ന് കിട്ടിയ ജോലിയാണ് സുറിയാനി ഭാഷാ പഠനം. തൻ്റെ അന്നത്തെ ദൗത്യമാണ് പ്രാർത്ഥനയിലും ഉപവാസത്തിലും മുന്നോട്ട് പോകുക. റിസൾട്ട്സിനെ പറ്റി നോക്കാതെ തനിക്ക് കിട്ടിയ അവസരത്തെ തക്കത്തിൽ ഉപയോഗിക്കുന്നു. റിസൾട്ട്സിനെ ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ ഇന്ന് കിട്ടിയിരിക്കുന്ന അവസരം പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ, പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലടിച്ചുകൊണ്ട് നിൽക്കുന്ന അവസരത്തിലും ലഭിക്കുന്ന ചെറിയ അവസരം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ? തിരുമേനിയുടെ ആത്മാവ് എന്ന് വന്നിരിക്കുന്ന MGOCSM പ്രവർത്തകരോട് ചോദിക്കുന്നു. അതിനേക്കാളും എനിക്ക് രസകരമായിട്ട് തോന്നിയ കാര്യം, ഒരു ട്രാൻസ്ലേറ്ററായിട്ട് ദ്വിഭാഷിയായിട്ട് കൂടിയ ചെമ്മാശൻ എങ്ങനെ ഒരു അസിസ്റ്റന്റായി, എന്തുകൊണ്ട് അവിടെ കണ്ടിന്യൂ ചെയ്തു? വീണ്ടും എന്ന് മാത്രമല്ല, അന്നത്തെ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന പാത്രികീസ് ബാവയുടെ അസിസ്റ്റന്റായിട്ട് അദ്ദേഹത്തിനോട് പോലും റെക്കമെൻഡേഷൻ കൊടുക്കത്തക്ക രീതിയിൽ എങ്ങനെ വളർന്നു വന്നു? എന്തുകൊണ്ട് അദ്ദേഹം അവിടെ കണ്ടിന്യൂ ചെയ്തു? നമ്മൾ ഇന്ന് സാധാരണ എല്ലായിടത്തും നടത്തുന്ന ഒരു ട്രെയിനിങ് ആണ് ലീഡർഷിപ്പ് ട്രെയിനിങ്. എങ്ങനെ നേതാവാകാമെന്ന് പഠിപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നവും 2 പേരുണ്ടെങ്കിൽ 2 പേരും നേതാക്കന്മാരാണ്. പക്ഷേ പരിമല തിരുമേനി കാണിച്ചു തരുന്നത് ലീഡർഷിപ്പ് ട്രെയിനിങ് അല്ല, എങ്ങനെ ഒരു അസിസ്റ്റന്റ് ആകാമെന്നാണ്, എങ്ങനെ ഒരു നല്ല സഹായിയായിട്ട് പ്രവർത്തിക്കാമെന്നാണ്. യേശുക്രിസ്തുവിന്റെ സന്ദേശവും ലീഡർഷിപ്പ് ട്രെയിനിങ് അല്ല, നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ദാസനാകട്ടെ. നമുക്കിന്ന് ആവശ്യം, സമൂഹത്തിന് ഇന്ന് ആവശ്യം ലീഡർഷിപ്പ് ട്രെയിനിങ് അല്ല, അസിസ്റ്റന്റ് ആകാനായിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ്. എലീശ പ്രവാചകനെ പറ്റി പറയുന്നുണ്ട്, ഏലിയായുടെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്ത ഒരു വ്യക്തി ഇവിടെയുണ്ട്. ഈ കൈക്ക് വെള്ളമൊഴിച്ച് തൻ്റെ ബോസിന്, തൻ്റെ മേലുദ്യോഗസ്ഥന്, തൻ്റെ ഗുരുഭൂതന്, തൻ്റെ മാതാപിതാക്കൾക്ക് കൈക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന ഒരു പ്രിയപ്പെട്ട അസിസ്റ്റന്റായിട്ട്, പ്രിയപ്പെട്ട സഹായകനായിട്ട്, പ്രിയപ്പെട്ട സഹായിയായിട്ട് നിൽക്കുവാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? സമൂഹത്തിൽ ഇന്ന് ഇതിന് റോൾ മോഡൽസ് ഇല്ല. സമൂഹം ഇന്ന് ലീഡേഴ്സിനെയാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ വിജയമിരിക്കുന്നത് അസിസ്റ്റൻസിനാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മൾക്കറിയാം, പരിമല തിരുമേനിയുടെ ചരിത്രത്തിനകത്ത് മലയാള ഭാഷയ്ക്കും സമൂഹത്തിനും ഒരുപക്ഷെ സഭയിൽ മറ്റാർക്കും സാധിക്കാത്ത തരത്തിലുള്ള ഒരുപാട് ഫസ്റ്റ് ഇൻസ്റ്റൻസസ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ട്രാവലോഗ്, യാത്രാവിവരണം, സഭയുടെ പുറജാതി മിഷൻ, സഭയുടെ സീമകളെ വിപുലീകരിച്ചത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കെല്ലാം സാധിച്ചത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? അദ്ദേഹത്തിൻ്റെ ഈ എക്സ്പോഷറാണ് അദ്ദേഹത്തിൻ്റെ ലോകത്തെ വിശാലമാക്കി മാറ്റിയത്. ഏറ്റവും ഉന്നതരായ വ്യക്തികൾ തന്നെ നമ്മളിന്ന് പലപ്പോഴും മാനേജ്മെന്റിലൊക്കെ പഠിക്കുന്ന ഒരു കാര്യമാണ് മെന്ററിങ്. ഒരു വ്യക്തിയുടെ വളർച്ചയിൽ, ഒരു കുട്ടിയുടെ വളർച്ചയിൽ പലപ്പോഴും പ്രൊഫഷണൽ കോളേജസിലും മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലുമൊക്കെ മെന്റേഴ്സിനെ കൊണ്ടുവരുന്ന കാര്യമുണ്ട്.
മുതിർന്ന അധ്യാപകരെയോ അല്ലെങ്കിൽ മുതിർന്ന വിദ്യാർത്ഥികളെയോ കൊച്ചുകുട്ടികളുടെ മെന്റേഴ്സായിട്ട് വളർത്തിക്കൊണ്ടുവരും. എന്നാൽ പരിശുദ്ധനായ പരിമല തിരുമേനി ഗീവർഗീസ് ശമ്മാശന്റെ മെന്ററായിട്ട് മാറിയത് സഭയുടെ അത്യുന്നത പിതാവ് തന്നെയായിരുന്നു. അതാണ് ആ അസിസ്റ്റന്റ് ട്രെയിനിങ്ങിന്റെ ഒരു ഗുണം. അതുകൊണ്ട് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ജീവിതം പ്രിയപ്പെട്ട MGOCSM പ്രവർത്തകരുടെ മുമ്പാകെ ഉയർത്തുന്ന ചോദ്യങ്ങൾ ഇതാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾക്കും ഇതുപോലെ ഒരു അവസരമുണ്ട്. കേരളത്തിൻ്റെ ഏതോ ഒരു കോണിൽ, കേരളത്തിൻ്റെ ഏതോ ഒരു മൂലയിൽ ഒരു കൊച്ചു കുഗ്രാമത്തിൽ ജനിച്ച് ആ കൊച്ചു കുഗ്രാമത്തിൽ വളർന്ന് ആ കൊച്ചു കുഗ്രാമത്തിൽ ഒതുങ്ങുമോ, അതോ ലോകമെന്താണ് നിങ്ങളെപ്പറ്റി പറയുന്നത്? സാഹചര്യങ്ങൾ നമ്മളുടെ കൺട്രോളിലല്ല. പക്ഷേ ആ സാഹചര്യങ്ങളിലൂടെ, ആ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രതികൂലങ്ങൾക്കകത്തൂടെയെല്ലാം മനോഹരമായി ഖണ്ഡിപ്പിക്കുന്ന, പരസ്പരം ബന്ധമില്ലെന്ന് തോന്നുന്ന സംഭവങ്ങളെ ബന്ധിപ്പിക്കുന്ന ദൈവകൃപയുടെ സ്പർശം കാണുവാൻ സാധിച്ചാൽ ജീവിതത്തിൻ്റെ മനോഹരമായ ക്യാൻവാസിൽ കോറിയിടുന്ന ഓരോ വരകളായിട്ട് ഇതെല്ലാം മാറുവാൻ സാധിക്കും. സമയം വൈകിയതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ ഈ 110ാം ചരമവാർഷികത്തിൽ MGOCSM പ്രവർത്തകരായിട്ട് കടന്നു വന്നിരിക്കുന്ന, അല്ലെ എന്നെ കേൾക്കുന്ന ഈ പെരുന്നാളിലേക്ക് കടന്നു വന്നിരിക്കുന്ന വ്യക്തികളെ, നിങ്ങളോട് എന്താണ് തിരുമേനിയുടെ ആത്മാവ് ചോദിക്കുന്നത്? എന്താണ് നിങ്ങളുടെ മുമ്പിലുള്ള വെല്ലുവിളി? 19ാം നൂറ്റാണ്ടിൽ നമുക്കൊരു വിശുദ്ധനുണ്ടായി. 1902 അദ്ദേഹം കാലം ചെയ്തു. 21ാം നൂറ്റാണ്ടിൽ, നിങ്ങൾ ജീവിക്കുന്ന 21ാം നൂറ്റാണ്ടിൽ ആരാണ് സഭയുടെ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധയാകാൻ പോകുന്നത്? നമ്മുടെ പ്രശ്നങ്ങളും പരിദേവനങ്ങളുമായിട്ട് ഇവിടെ വന്ന് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് മടങ്ങുകയാണോ, അതോ അഭിമന്യ പാവാ തിരുമേനി ചോദിച്ചതുപോലെ മൾട്ടിനാഷണൽ കമ്പനികൾക്കല്ല നിങ്ങളെ കൊണ്ട് ഇന്ന് ആവശ്യം? അതിനോട് തന്നെ ആ ചുവട് പിടിച്ച് ഞാൻ ആ ചോദ്യത്തെ ഒന്നുകൂടി ഒന്ന് വിപുലീകരിക്കട്ടെ. 21ാം നൂറ്റാണ്ടിലെ സഭയ്ക്കൊരു വിശുദ്ധനോ വിശുദ്ധയോ ആവശ്യമുണ്ടെങ്കിൽ അതിന്ന് നിങ്ങളിലാണ് ഇരിക്കുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, തിരുമേനി സൂചിപ്പിച്ചതുപോലെ വലിയ ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട്, പിള്ളേരുടെ എക്സാംസിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു മാതാവേ പിതാവേ എന്നെ കേൾക്കുന്നവരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, ആരെങ്കിലും തൻ്റെ മകനോ മകളോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ വക്രതയും അനീതിയുമുള്ള ലോകത്ത് തിളകുന്ന താരകങ്ങളെപ്പോലെ എൻ്റെ മകനോ മകളോ നിൽക്കുവാൻ പ്രാർത്ഥിച്ചോ? വൈകിപ്പോയില്ല, ഇനിയും അവസരമുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപക, നിങ്ങളുടെ കയ്യിൽ മനോഹരമായ ഒരു പുസ്തകമുണ്ട്, പരിമല തിരുമേനിയുടെ ജീവചരിത്രം. പരിമല തിരുമേനിയുടെ ജീവചരിത്രം പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയോട് ചോദിച്ചോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വിശുദ്ധനോ വിശുദ്ധിയോ ആകണമെന്ന്? ചോദിച്ചില്ലെങ്കിൽ ഇനിയും അവസരമുണ്ട്. ഒരു സംഭവം മാത്രം ഞാനൊന്ന് പറയട്ടെ. ഞാനും ദീർഘകാലം സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന് വെളിയിൽ, ഇന്ത്യക്ക് വെളിയിൽ പഠിപ്പിക്കുമ്പോൾ ഒരു പെൺകുട്ടി ചോദിച്ച ഒരു ചോദ്യമാണ്, ക്യാൻ ഐ ബി ഓൾസോ എ സെയിന്റ്? മസ്കറ്റിൽ വെച്ചാണ് അത് ചോദിച്ചത്. എനിക്കും ഒരു വിശുദ്ധയാകാൻ സാധിക്കുമോ എന്ന്. അതുകൊണ്ട് പരിമല തിരുമേനിയുടെ ജീവിതത്തെ കഥ പോലെ പഠിപ്പിച്ച് തീർക്കാതെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന 10, 15, 20 വിദ്യാർത്ഥികളിൽ വിശുദ്ധിക്കുള്ള ഒരു ആഹ്വാനം കൊടുക്കുവാൻ പ്രിയപ്പെട്ട അധ്യാപികയെ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? 2 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി തിരുവനന്തപുരത്തുണ്ടായിരുന്നു. പത്രങ്ങളിലെല്ലാം വായിച്ചു, ഒരു പെൺകുട്ടിയെ മാത്രം കാണുവാൻ പോയി. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സൈറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ മാത്രം. എന്തുകൊണ്ടാണ് കാണുവാൻ പോയത്? ആ പെൺകുട്ടി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആശംസാ കാർഡുകൾ അയച്ചു, താൻ വരച്ച പടങ്ങൾ അയച്ചു. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 1,00,000 5ാം ക്ലാസ് വിദ്യാർത്ഥികളെങ്കിലും കാണും. അതിനകത്ത് പടം വരയ്ക്കുന്ന കുട്ടികൾ ഒരു 10,000-ഓ 20,000-ഓ കാണും. പക്ഷെ അവരെ ആരും കാണുവാൻ ഇന്ത്യയുടെ പ്രസിഡന്റ് പോയില്ല,
ഈ ഒരു ഹോളി ഏഞ്ചൽസ് കോൺവെന്റിൽ പഠിക്കുന്ന ഈ ഒരു പെൺകുട്ടിയെ മാത്രം കാണുവാൻ പോയി. കാരണം ആ പെൺകുട്ടി അദ്ദേഹത്തിന് ഒരു അഭിനന്ദന സന്ദേശം അയച്ചു കൊടുത്തിരുന്നു. അതോടൊപ്പം താൻ വരച്ച ചില ചിത്രങ്ങളും അയച്ചു കൊടുത്തിരുന്നു. തിരുവനന്തപുരത്തോ ഭാരതത്തിലോ പഠിക്കുന്ന ലക്ഷക്കണക്കിന് കുട്ടികളിൽ ആർക്കും ചെയ്യാമായിരുന്ന ഒരു കാര്യമാണ്. ആരും ചെയ്തില്ല. ആ പെൺകുട്ടി തന്നെ പ്രണബ് കുമാർ മുഖർജി ഇവിടെ വരുമ്പോൾ തന്നെ സ്വീകരിക്കുമെന്നോ തനിക്ക് കാണുവാൻ അവസരം ലഭിക്കുമെന്നോ ഒന്നും കരുതിയല്ല ചെയ്തത്. ആ പെൺകുട്ടിയുടെ മനസ്സിലെ നന്മയാണ് സംഭവിച്ചത്. നിങ്ങൾക്കും ഇതുപോലെയാണ് അവസരങ്ങൾ, സാഹചര്യങ്ങൾ ഇതുപോലെയാണ്. സാഹചര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ കടക്കുന്നു. നമ്മൾ ഇന്ന് പരിമല തിരുമേനി എന്ന് പറയുന്ന സ്ഥാനത്ത് സഭാചരിത്രങ്ങൾ, പ്രത്യേകിച്ച് 1904 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൽ കുറെ കൂടെ വിശാലമായിട്ടുണ്ട്. അത് വായിച്ചാൽ ഒരുപക്ഷെ പരിമല തിരുമേനി മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്കായിരുന്നു ഈ സെമിനാരി പോകേണ്ടിയിരുന്നത്. പക്ഷേ 30 തണ്ട് സ്ഥലം ദാനം ചെയ്യാമെന്ന് അരികുപുറത്ത് കോരുളമാത്തൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ മുമ്പിൽ വന്ന ഒരു അവസരത്തെ ഉപയോഗിച്ചതുകൊണ്ട് ചാത്തുരത്തിൽ ഗ്രിഗോറിയോസ് തിരുമേനി പരിമല തിരുമേനിയായിട്ട് മാറി. അദ്ദേഹം മാവേലിക്കര തിരുമേനിയാകാമായിരുന്നു, കായംകുളത്തോട്ട് പോകാമായിരുന്നു. മാവേലിക്കര പ്രത്യേകിച്ച് അതുമായിട്ടൊക്കെ അനുബന്ധിച്ച് വന്നതെന്നാണ് ചരിത്ര പുസ്തകങ്ങൾ പറയുന്നത്. പക്ഷേ പരിമല വന്നു, തൻ്റെ മുമ്പിൽ വന്ന ഒരു സാഹചര്യത്തെ അരികുപുറത്ത് കോരുളമാത്തൻ 30 തണ്ട് സ്ഥലം സ്ക്വയർ ഫീറ്റ് 30 സ്ക്വയർ അടികൾ കൊടുക്കുവാനായിട്ട് സാധിച്ചതുകൊണ്ട് അതിലേക്ക് മാറ്റപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് ഒന്നേ പറയുവാനുള്ളൂ. പ്രതികൂലങ്ങളുടെ മധ്യത്തിലായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്, പ്രതിസന്ധികളുടെ മധ്യത്തിലായിരിക്കും കടന്നു പോകുന്നത്, ദുരന്ത ഭൂമിയിലൂടെയായിരിക്കും കടന്നു പോകുന്നത്. പക്ഷെ നിങ്ങളെ സ്പർശിക്കുന്ന ദൈവസ്നേഹത്തിന്റെ കണികയിൽ നിങ്ങൾ കോടി ഒളിക്കുവാൻ സാധ്യമല്ല എന്ന് തിരുമേനിയുടെ ജീവിതം നമ്മളോട് സാക്ഷിക്കുന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടി തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം എല്ലാ ഭാവങ്ങളും നന്മയും എല്ലാം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ആഠ്യത്വം വിളിച്ചോടുന്ന നാമധേയം കർത്തശിഷ്യനായ തോമാശ്ലീഹായാൽ സ്ഥാപിതമായ മലങ്കര സഭയുടെ മക്കൾ, സുറിയാനി പാരമ്പര്യം പിന്തുടർന്നവർ, നിഷ്ഠയോടുകൂടി നോമ്പും യാമപ്രാർത്ഥനകളും കൗദാശിക ജീവിതവും ആഴത്തിൽ വേരോടിയ ജീവിതക്രമത്തിന്റെ ഉടമകൾ, സത്യവും നീതിയും ഇവരുടെ മുഖമുദ്ര, അന്നുള്ള ആഹാരം നൽകി തമ്പുരാൻ പോറ്റിക്കൊള്ളുമെന്ന വിശ്വാസം, കൂട്ടായ്മ എന്ന സംസ്കാരം വരും തലമുറയ്ക്ക് സമ്മാനിച്ചവർ, പെറ്റമ്മയെ മറന്നാലും സഭയെ ഞങ്ങൾ മറക്കില്ല എന്ന് പഠിപ്പിച്ചവർ, കാതോലിക്ക സിംഹാസനത്തിനു വേണ്ടി ഒരു കുരിശിൻ കീഴിൽ അണിനിരന്നവർ, നസ്രാണി വാർഷിക സമ്മേളനത്തിൽ MGOCSM വിദ്യാർത്ഥികളുടെ മുഖമുദ്രയായി വിളിച്ചോതുന്ന മാഗസിന്റെ കവർ പേജ് പ്രകാശനം കാതോലിക്ക ബാബ തിരുമേനി നിർവഹിക്കുന്നു. നിരണം ഭദ്രാസന അധിപൻ അതിന്റെ യൂഹാനന്മാർ ക്രിസ്തോസ്റ്റമോസ് തിരുമേനിക്ക് നൽകുന്നു. ഈ മഹാസമ്മേളനത്തിൽ നസ്രാണിക്ക് ആശംസകൾ ഓതിക്കൊണ്ട് നിരണം ഭദ്രാസനാധിപൻ അഭിവന്റെ യൂഹാനന്മാർ ക്രിസ്തോസ്റ്റമോസ് തിരുമേനി സംസാരിക്കുന്നു. ഈ നസ്രാണി എന്ന മാഗസിനിലേക്ക് രചനകൾ കേന്ദ്ര ഓഫീസിലേക്ക് നൽകണം. ഈ മഹത് സമ്മേളനത്തിൽ നിർവഹിക്കപ്പെട്ട നസ്രാണിയുടെ പുറംപേജ് പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടുന്നു. ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരണം ഭദ്രാസന അധിപൻ അഭിവന്ദ്യ യൂഹാനോന്മാർ ക്രിസ്തോസ്റ്റമോസ് തിരുമേനി സംസാരിക്കുന്നു. നസ്രാണിയുടെ ചുരുളുമായിട്ട് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, നമ്മുടെ കുഞ്ഞുങ്ങൾ നോക്കിയാൽ ഉത്സാഹിച്ചാൽ നമ്മുടെ പഴയ നല്ല വേഷവിധാനത്തിലേക്ക് നമുക്ക് മടങ്ങാൻ സാധിക്കും എന്നുള്ളത്. ദൈവ തിരുനാമത്തിന് മഹത്വം. പരിശുദ്ധ ബാബാ തിരുമേനി, സമ്മേളന അധ്യക്ഷൻ അഭിനന്ദനായ കൂർലോസ് തിരുമേനി, വേദിയെ ധന്യമാക്കുന്ന MGOCSM പ്രവർത്തകരെ, മാതാപിതാക്കളെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ 36 വർഷക്കാലം
പരിമല പെരുന്നാളിനോടനുബന്ധിച്ചുള്ള MGOCSന്റെ മീറ്റിങ്ങിൽ അഭിമന്യനായ വലിയ തിരുമേനി ഒസ്താത്യോസ് തിരുമേനി നിർബന്ധമായിട്ടും സംബന്ധിച്ചിരുന്നു. അദ്ദേഹം അതിൽ നിർബന്ധമായി സംബന്ധിക്കണമെന്ന് അദ്ദേഹത്തിനും ഇതിൻ്റെ സംഘാടകർക്കും നിർബന്ധമായിരുന്നു. ഒരുപക്ഷെ ആ ഒരു പാരമ്പര്യമായിരിക്കാം എന്നെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത് എന്ന് ഞാൻ കരുതട്ടെ. നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീ ബിജു ജേക്കബ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു വിഷയം ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ, ഇറ്റ് ഈസ് എ ചോയ്സ് ദാറ്റ് ഡിറ്റർമിൻസ് ദ ഡെസ്റ്റിനി. ജീവിതത്തിൽ നാം നടത്തുന്ന തെരഞ്ഞെടുപ്പുകളാണ് അതിൻ്റെ ലക്ഷ്യത്തെ എത്തിക്കുന്നത്. ഇന്ന് അതിരുകൾ ഇല്ലാത്തതും അരുതുകൾ ഇല്ലാത്തതുമായ ഒരു ആസ്വാദന ജീവിത ശൈലിയാണ് പരക്കെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത്. അനേകർക്ക് അത് ആസ്വാദ്യവുമായി തീർന്നിരിക്കുകയാണ്. ഭഗവാൻ രജനീഷിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിരുകളില്ലാത്ത അരുതുകളില്ലാത്ത ജീവിത ശൈലിയുടെ ഒരു വക്താവും പ്രവക്താവുമായിരുന്നു. തിരുവചനത്തിന് പോലും തൻ്റെതായിട്ടുള്ള ഭാഷ്യങ്ങൾ, പുസ്തകങ്ങൾ, വോളിയൂംസ് എഴുതിയ ഒരാളായിരുന്നു രജനീഷ്. അവസാനം സ്വന്തം കൈകൊണ്ട് എഴുതിയ പുസ്തകങ്ങൾ സ്വന്തം കൈകൊണ്ട് കൊളുത്തിയ ഒരു ചിതയിലേക്ക് ഇട്ടുകൊണ്ട് ഇതാ ഒരു മതം മരിക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരാളായിരുന്നു ഭഗവാൻ രജനീഷ്. ഈ കഴിഞ്ഞ ആഴ്ചത്തെ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ശ്രീ MB വീരേന്ദ്രകുമാർ, ലോകപ്രസിദ്ധനായ ചിത്രകാരനും ശില്പകാരനും ഗീതകങ്ങൾ എഴുതിയിട്ടുള്ള മൈക്കൽ ആഞ്ചലോയെ കുറിച്ച് ഒരു കുറിപ്പ് എഴുതി. അദ്ദേഹത്തിൻ്റെ ജീവിത സായാഹ്നത്തിൽ മൈക്കൽ ആഞ്ചലോ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പരിതപിക്കുന്ന രംഗങ്ങൾ വീരേന്ദ്രകുമാർ കോറിയിട്ടിട്ടുണ്ട്. ലോകം തന്ന പേരോ പെരുമയോ പ്രശസ്തിയോ തനിക്ക് സമാധാനം നൽകിയില്ല എന്നും തൻ്റെ ജീവിത അവസാനത്തിൽ ക്രിസ്തു സന്നിധാനത്തിൽ കടന്നു വന്ന് ക്രിസ്തു വചനത്തിൽ നിന്ന് സമാധാനവും പ്രത്യാശയും നേടിയതായി അദ്ദേഹം തന്നെ സ്വന്തം കയ്യിൽ എഴുതിയ കവിത ഗീതകം വീരേന്ദ്രകുമാർ മലയാളത്തിൽ ഭാഷാന്തരീകരിച്ചിട്ടുണ്ട്. 1564 മൈക്കൽ ആഞ്ചലോ മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും അവസാനം പറഞ്ഞ 3 വാചകങ്ങൾ. അതിലാദ്യത്തേത് ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് സമാനം, ദൈവമേ ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ വയ്ക്കുന്നു. രണ്ടാമത് മൈക്കൽ ആഞ്ചലോ പറഞ്ഞു, എൻ്റെ ശരീരം ഈ ഭൂമിക്ക് ഞാൻ സമർപ്പിക്കുന്നു. അദ്ദേഹം അവസാനമായി പറഞ്ഞു, എൻ്റെ സ്വത്ത് സമ്പത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എൻ്റെ ബന്ധുമിത്രാദികൾക്ക്. ഞാൻ ഈ ലോകത്തിൻ്റെ പേരും പെരുമയും പ്രശസ്തിയും ആർജിക്കാൻ ശ്രമിച്ച 2 ലോക മനുഷ്യരുടെ ചരിത്രപരമായ ചില സൂചനകൾ നൽകി. അതിരുകളില്ലാത്തതും അരുതുകളില്ലാത്തതുമായ ജീവിത ശൈലി ആസ്വാദ്യകരമായി തീരുന്നു എങ്കിൽ അത് അപകടത്തിലേക്ക്. 2, ലോകം തരുന്ന പേരും പെരുമയുമാണ് ആത്യന്തികം എങ്കിൽ അത് പരാജയത്തിലേക്ക്. ഇതാ ഇവിടെ 110 വർഷം കഴിഞ്ഞിട്ടും സർവമതസ്ഥർക്കും സർവ മനുഷ്യർക്കും ഒരുപോലെ മാതൃകയായി ദൈവഭയത്തിൽ അതിരുകളുടെയും അരുതുകളുടെയും ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിതത്തെ മഹത്വീകരിച്ച ഒരു മഹാത്മാവ്. വാത്സല്യ കുഞ്ഞുങ്ങളെ, ഈ മഹാത്മാവിനെ നമ്മൾ അനുസ്മരിക്കുകയും മധ്യസ്ഥത തേടുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഈ നല്ല മാതൃകകൾ നമുക്ക് പാഠമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. MD സെമിനാരി സ്കൂൾ വിദ്യാർത്ഥി, ഇത് മലങ്കരയുടെ ശബ്ദമായി മാറുവാനുള്ള പ്രതിഭ. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്രസംഗ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ തോമസ് കുര്യാക്കോസ് M ഇതാ നിങ്ങളുടെ മുൻപിൽ ഗർജിക്കുന്ന ശബ്ദമായി, മലങ്കരയുടെ ശബ്ദമായി. മലങ്കരെ പരിപാവന ചരിതേ മഹിതേ മാതാവേ, വിലങ്ങഴിഞ്ഞൊരു വിസ്തൃത സഭയെ നീ സൗഭാഗ്യവതി. ബന്ധനമറ്റു കരഗതമായി പൂർവ്വസ്വാതന്ത്ര്യം, ഹന്തമലങ്കര സഭയെ തൂവുക സന്തോഷാശ്രുഗണം.
നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന കാർമേഘവും ഇരുട്ടും ഭേദിച്ച് തേജോമയനായ സൂര്യനായി മലങ്കരയിൽ ഉദയം ചെയ്ത പൗരസ്ത്യ കാതോലിക്കേറ്റിന് ഇത് 100ാം പിറന്നാൾ. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്ന പ്രഖ്യാപനവുമായി മാർത്തോമൻ നസ്രാണികൾക്ക് പുതിയ ദിശാബോധം പകർന്നു നൽകിയ കാതോലിക്കേറ്റ്, ആ കാതോലിക്കേറ്റിന്റെ പ്രൗഢിയായ പരിശുദ്ധ പിതാവേ, മലങ്കര നസ്രാണി പൈതൃകം പേറുന്ന സഹോദരങ്ങളെ, നിങ്ങൾക്കെന്റെ നമസ്കാരം. ഇവിടം ഒരു അത്ഭുതമാണ്. ഇവിടെ കൂടുകൂട്ടിയിരിക്കുന്ന പക്ഷികൾക്ക് പോലും ഒരു പരിശുദ്ധന്റെ ചരിതം പറയുവാനുണ്ട്. പമ്പാ നദിയുടെ കൈവഴികളിലൂടെ ഒഴുകിയെത്തുന്ന ഭാരത സംസ്കാരത്തിന്റെയും ആചാര സംശുദ്ധിയുടെയും മന്ദമാരുതൻ ആത്മാവിനെ പോലും ത്രസിപ്പിച്ചു കടന്നു പോകുന്ന ഇടം. ചരിത്രം ഓർമ്മിക്കുന്നവർക്ക് 6ാം കാതോലിക്ക മുതൽ ഇങ്ങോട്ട് തുടർച്ചയായ 3 കാതോലിക്ക വാഴ്ചകളുടെ ചിത്രം ഓർമ്മയിൽ തെളിയിച്ചു നൽകുന്നിടം. കോപ്റ്റിക് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട മലങ്കരയിലെ ആദ്യത്തെ ദേവാലയം എന്ന നിലയിൽ ആഗോള ക്രൈസ്തവ സംസ്കൃതിയിലേക്ക് തുറന്നുവച്ച വാതിലാകുന്ന ഇവിടെ ചരിത്രവും പാരമ്പര്യങ്ങളും വിശുദ്ധിയും സംസ്കാരങ്ങളും സമ്മേളിക്കപ്പെടുന്നു. ഇവിടം ഭാരത ക്രൈസ്തവതയുടെ വിളഭൂമിയാകുന്നു. മലങ്കര നസ്രാണിയുടെ ദേശീയതയുടെ ഭാഗമായിരുന്നു അസോസിയേഷനുകൾ. ഈ അസോസിയേഷനുകൾ വിളിച്ചുകൂട്ടരുതെന്ന് പറഞ്ഞിട്ട് പോയ അന്ത്യോക്യൻ പാത്രിയർക്കീസ് തന്നെ വാഴിച്ച പരുമലയുടെ പരിശുദ്ധനായ പിതാവ് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനും സ്വയം ശീർഷകത്വത്തിനും അത് ദോഷകരമായി ബാധിക്കും എന്ന ബോധ്യം കൊണ്ട്, ഈ ഉൾബോധം കൊണ്ട് അന്ത്യം വരെ, കാലം ചെയ്യും വരെ എല്ലാ അസോസിയേഷനുകളിലും കൃത്യമായി പങ്കെടുത്തിരുന്നു. പിന്നീട് ഒരു പടി കൂടി കടന്ന് അസോസിയേഷൻ പ്രസിഡന്റിന്റെ അസിസ്റ്റന്റ് ആയി തീരുകയും ഒരു ബന്ധവും പാടില്ലെന്ന് പാത്രിയർക്കീസ് കൽപ്പിച്ചിട്ട് പോയ മാർ ദിവന്നാസ്യോസ് പഞ്ചമൻ മലങ്കര മെത്രാപ്പോലീത്ത എന്ന നിലയിൽ തന്റെ മേൽസ്ഥാനീയനാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും സ്വസാമ്രാജ്യമായ അന്ത്യോക്കിയയിൽ പോലും സുന്നഹദോസിന്റെ അംഗീകാരമില്ലാതെ മെത്രാന്മാരെ വാഴിക്കാത്ത പാത്രിയർക്കീസ് മലങ്കര സഭയുടെ അറിവോ സമ്മതമോ കൂടാതെ മെത്രാപ്പോലിത്തന്മാരെ വാഴിക്കുകയും മലങ്കരയെ ഇടവകളായി തിരിക്കുകയും ചെയ്ത കാലത്ത് സ്വാഭാവികമായും ഉണ്ടാകാവുന്ന സകല പ്രശ്നങ്ങളും തരണം ചെയ്യുന്നതിന് മലങ്കര സഭയെ എപ്പോഴും സഹായിക്കുകയും ചെയ്ത, മലങ്കരയെ നയിക്കേണ്ടത് മലങ്കര നസ്രാണിയാണെന്ന വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന പരിശുദ്ധ പരുമല തിരുമേനയുടെ അന്ത്യവിശ്രമ സ്ഥാനത്ത് നിന്നുകൊണ്ട് മലങ്കര നസ്രാണിയുടെ വ്യക്തിത്വത്തിന് മകുടം ചാർത്തിയ കാതോലിക്കേറ്റിന്റെ പൊരുളും പ്രസക്തിയെയും കുറിച്ച് ചർച്ച ചെയ്യുവാൻ എനിക്ക് ലഭിച്ച ഈ അവസരം മലങ്കര നസ്രാണി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പൊന്നുവിളയുന്ന മലങ്കരയുടെ മണ്ണും വെള്ളി നിറയുന്ന മലങ്കരയുടെ പള്ളി ഭണ്ഡാരങ്ങളും കണ്ട് ആർത്തി പൂണ്ട രാഷ്ട്രീയ അധികാരികൾ തങ്ങളുടെ വിശ്വാസ സംഹിതകളിലേക്ക് മലങ്കര നസ്രാണിയെ പറിച്ചു നടുവാൻ ശ്രമിച്ച കാലത്ത് അതിനെ ശക്തമായി പ്രതിരോധിക്കുവാൻ മലങ്കര നസ്രാണിക്കുണ്ടായിരുന്ന ആയുധം ലോകത്തെ തന്റെ വരുതിയിലാക്കുവാനും കിടുകിടാ വിറപ്പിക്കുവാനും റോമാ പാപ്പ ചട്ടം കെട്ടിവിട്ട പോർച്ചുഗീസ് സ്പാനിഷ് പടയോട്ട കാലത്ത് അവരുടെ ദിഗ്വിജയങ്ങളെയെല്ലാം അസ്തപ്രജ്ഞമാക്കുമാറ് ഞങ്ങൾക്കു ഞങ്ങളുടെ മാർഗമുണ്ട് എന്ന് മലങ്കര നസ്രാണിയെ കൊണ്ട് പറയിച്ച പിതൃത്വബോധം, പൂണൂലും കടുക്കനും കുടുമയും ധരിച്ച നസ്രാണി പൗരുഷവും ചട്ടയും മുണ്ടുമുടുത്ത നസ്രാണി സ്ത്രീത്വവും നിർവ്യഖനം പ്രസ്താവിച്ചിരുന്ന ആർഷഭാരത സംസ്കാരത്തിൽ അധിഷ്ഠിതമായ നസ്രാണിയുടെ ക്രൈസ്തവത പോർച്ചുഗീസുകാർ കേരളം കാണും മുമ്പ് കെട്ടുന്ന മിന്നിൽ വിളക്കി ചേർത്ത ക്രൂശിന്റെ രൂപത്തിലൂടെ പാരമ്പര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴും ക്രിസ്തീയതയിൽ നിന്ന് അണുവിട വ്യതിചലിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച നമ്മുടെ തനത് വ്യക്തിത്വം ചുറ്റുമുള്ള സകലതിനെയും ക്രിസ്തീയതയിലേക്ക് ആകർഷിച്ച ആദിമ നസ്രാണിയുടെ പരിശുദ്ധി. നസ്രാണി എന്നാൽ ഭാരതീയനെന്ന് അഭിമാനിച്ചിരുന്ന നമ്മുടെ പിതാക്കന്മാർ ഈ ജീവിതചര്യയെ, ആരെയും കൂസാത്ത അവന്റെ വ്യക്തിത്വത്തെ, പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമായ അവന്റെ ജീവിത രീതിയെ ആത്മീയ ജന്മം തന്ന അപ്പന്റെ ഓർമ്മയ്ക്കായിട്ട് മാർത്തോമായുടെ മാർഗം എന്ന് വിളിച്ചു. ജനിച്ചു വീഴുന്ന ഓരോ മലങ്കര നസ്രാണിയിലും മുലപ്പാലിനൊപ്പം ഇഴുകിച്ചേരുന്ന ഇതേ പാരമ്പര്യബോധവും ബോധ്യവുമാണ് പറമ്പിൽ ചാണ്ടിയിൽ ആരംഭിച്ച് മറീവാനിയോസ് മകുടം ചാർത്തിയ വഞ്ചതികളെയും നവീകരണത്തിന്റെ കുടചൂടിയ പാശ്ചാത്യവൽക്കരണത്തെയും പിന്നെ അന്ത്യോക്യൻ മുഷ്കിന്റെ നീരാളിക്കൈകളെയും അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്നതിന് മലങ്കര നസ്രാണിയെ പ്രാപ്തനാക്കിയത്. ഈ മാർത്തോമായുടെ മാർഗം കാലാകാലങ്ങളായി നേരിട്ട വെല്ലുവിളികളുടെ മേലുള്ള മലങ്കര നസ്രാണിയുടെ ആത്യന്തിക വിജയം. മാർത്തോമായുടെ മാർഗത്തെ തച്ചുടയ്ക്കുവാനും പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ സ്വതന്ത്രയായി സ്ഥാപിച്ച, ലോകമെങ്ങും ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും ആനയും അമ്പാരിയും പകൽ വിളക്കും പാവാടയുമായി രാജതുല്യമായ ജീവിതം നയിച്ചിരുന്ന നമ്മെ അവരുടെ വരുതിക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചവരോടുള്ള ശക്തമായ മറുപടി. ചരിത്രത്തിന്റെ കറുത്ത അധ്യായങ്ങൾ നമ്മിൽ നിന്ന് തട്ടിയെടുക്കുവാൻ ശ്രമിച്ച ആദിമ ക്രൈസ്തവ സഭയുടെ തനിമയും സ്വത്വവും ചോദ്യം ചെയ്യാനാവാത്തവണ്ണം നമുക്ക് തിരികെ എടുത്തു തന്ന മാർത്തോമൻ പൈതൃകത്തിലെ മാണിക്യം.
മലങ്കര നസ്രാണിയുടെ ഉപ്പാണ് മാർത്തോമൻ പൈതൃകമെങ്കിൽ ആ ഉപ്പിന്റെ കാരമാകുന്നു കാതോലിക്കേറ്റ്. ഉപ്പിനെ ഉപ്പായി നിലനിർത്തുന്ന അതിന്റെ തനിമ, കാതോലിക്ക എന്ന് ചൊല്ലി വാഴ്ത്തിയ അത്ഭുത പ്രതിഭാസം, അതാകുന്നു ഇന്ത്യയുടെ പൗരസ്ത്യ കാതോലിക്കേറ്റ്. ഈ കാരണം കൊണ്ട് തന്നെ കാതോലിക്കേറ്റ് എന്നത് ഒരു അധികാര സ്ഥാനം എന്നതിനുമപ്പുറം എൻ്റെ വിശ്വാസത്തിന്റെയും എൻ്റെ പാരമ്പര്യത്തിന്റെയും വിഷയമാണ്. അന്യന്റെ മുൻപിൽ റാൻ മൂളി തന കുളിച്ച് കൈനീട്ടാൻ പോകരുതെന്ന് എനിക്ക് കാണിച്ചു തന്ന എൻ്റെ സംസ്കാരമാണ് കാതോലിക്കേറ്റ്. പകരം വയ്ക്കരുതെന്ന് എൻ്റെ പിതാക്കന്മാർ എന്നെ പഠിപ്പിച്ച എൻ്റെ ആത്മാഭിമാനത്തിന്റെ സത്തയാണ് എനിക്ക് കാതോലിക്കേറ്റ്. അവരോടുകൂടി മരിക്കേണ്ടതിന് നാമം പോക എന്ന് പ്രഖ്യാപിച്ച മാർത്തോമൻ ധൈര്യത്തിന്റെ നസ്രാണി പ്രതിരൂപമാകുന്നു കാതോലിക്കേറ്റ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് വിളിച്ച വിശ്വാസ പൂർണ്ണതയുടെ ദൃശ്യ പ്രതിബിംബമാണ് കാതോലിക്കേറ്റ്. മേൽപ്പെട്ട സ്ഥാനവും മൂറോനും വെച്ച് വില പറയാൻ ശ്രമിച്ചവരോട് നിങ്ങളുടെ താളത്തിന് തുള്ളാൻ മലങ്കര നസ്രാണിയെ കിട്ടില്ല എന്നും അതിന് ഞങ്ങൾക്ക് സൗകര്യമില്ലെന്നും പറയിപ്പിച്ച മാർത്തോമൻ പൈതൃകത്തിന്റെ അഭിമാനബോധമാണ് കാതോലിക്കേറ്റ്. രക്തം കൊണ്ട് മലങ്കര നസ്രാണി രചിച്ച അവന്റെ പിതൃത്വബോധമാണ് കാതോലിക്കേറ്റ്. മലങ്കരയുടേതോ ഇന്ത്യയുടേതോ മാത്രമായി സ്ഥാപിക്കാമായിരുന്നിട്ടും 1912 ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് കൂടുതൽ വിശാലമായ അർത്ഥത്തിൽ പൗരസ്ത്യ കാതോലിക്കേറ്റ് ആയിരുന്നു. ഈ കാതോലിക്ക പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരൂഢനാണ് എന്ന് വ്യക്തമാക്കുക വഴി കാലത്തിനൊപ്പിച്ച് മാറ്റമുണ്ടാകുമ്പോഴും മാർത്തോമൻ പൈതൃകവും പിതൃത്വവും ഞങ്ങൾ എല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കുമെന്നും മലങ്കരയുടെ നടപടിക്രമങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സ്ഥാനിയുടെ ഭരണം മതി മലങ്കര നസ്രാണിക്കെന്നും നാം പ്രഖ്യാപിക്കുകയായിരുന്നു. അതെ, മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ എല്ലാ അർത്ഥത്തിലും ഒരു ശരിയായ നസ്രാണിയാകുന്നു. മലങ്കരയെ അറിയുന്ന, മലങ്കരയെ സ്നേഹിക്കുന്ന ഒരു പൂർണ്ണ തദ്ദേശീയൻ. മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന, പാരമ്പര്യങ്ങൾ മറന്നുകളയുന്ന ഒരു ദേശത്ത് ഇവ രണ്ടും മുറുകെ പിടിക്കുന്ന നല്ല ഒന്നാം തരം നസ്രാണി സ്വയം പ്രഖ്യാപിത കാതോലിക്കമാർക്കും അവരുടെ ഏറാൻ മൂളികൾക്കും ഒരിക്കലും തങ്ങൾക്കുണ്ട് എന്ന് അവകാശപ്പെടാനാകാത്ത ഈ പ്രത്യേകത തന്നെയാണ് കാതോലിക്കായെ പൂർണ്ണനാക്കുന്നത്. ബഥലിനും സാമന്തനും എടുത്തണിയാനാകാത്ത, കോപ്പിയടിക്കാനാകാത്ത ഈ സ്വയാവബോധവും സ്വാതന്ത്ര്യവുമാണ് മലങ്കര സഭയുടെ കാതോലിക്കായെ തുല്യം വയ്ക്കാനാകാത്ത തദ്ദേശീയ ഭരണ സംവിധാനത്തിലെ മുമ്പനാക്കുന്നത്. എല്ലാ അർത്ഥത്തിലും കാതോലിക്ക എന്ന സാർവത്രിക പിതാവ് എന്ന പേരിന് അർഹനാക്കുന്നത്. പണ്ട് പേർഷ്യൻ മെത്രാന്മാരും പിന്നീട് അതാതു കാലത്ത് വിദേശ സഭയുടെ മെത്രാന്മാരും വഹിച്ചിരുന്ന നമ്മുടെ ആത്മീയ വേദതലവന്റെ സ്ഥാനം ആത്യന്തികമായി ഒരു മലങ്കര നസ്രാണിക്ക് കിട്ടുന്നതിന് കാരണമായി തീർന്ന കാതോലിക്കേറ്റിനെ അതുകൊണ്ട് തന്നെ സംബോധന ചെയ്യുവാൻ ഉതകുന്ന ഏറ്റവും നല്ല പദം ഇന്ത്യയൊക്കെയുടെയും വാതിൽ എന്നാകുന്നു. ക്രൈസ്തവതയ്ക്ക് ഇന്ത്യയിലേക്കുള്ള വാതിലാണ് കാതോലിക്കേറ്റ്. നസ്രാണികൾക്ക് ദൈവീയതയിലേക്കുള്ള വാതിലാകുന്നു കാതോലിക്കേറ്റ്. എല്ലാ അർത്ഥത്തിലും പൂർണ്ണവും തദ്ദേശീയവുമായ പൗരസ്ത്യ കാതോലിക്കേറ്റിന്റെ യഥാർത്ഥ പ്രസക്തി എന്താണ്? സാധാരണയായി ചോദിച്ചു കേൾക്കുന്ന ഒരു ചോദ്യമാണിത്. മഫ്രിയാനേറ്റെങ്കിലും കുതിച്ച മലങ്കര നസ്രാണിക്ക് അതുപോലും കിട്ടില്ല എന്ന അവസ്ഥയിൽ നിന്ന് പാത്രിയർക്കീസിന് തുല്യസ്ഥാനിയായ കാതോലിക്കായെ നൽകി തന്നത് ദൈവത്തിന്റെ വലിയൊരു കരുണയായിരുന്നു. വ്യക്തമായ ഒരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു ഈ കാതോലിക്ക സ്ഥാനലബ്ധിക്ക്. ഈ ഉദ്ദേശം തന്നെയാണ് കാതോലിക്കേറ്റിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യമാണ് കാലാകാലങ്ങളായി മലങ്കര സഭയുടെ സ്വപ്നം. ഹരിതാഭമായ ഈ സ്വപ്നത്തിലേക്ക് സഭയെ എത്തിക്കുക എന്നതാണ് കാതോലിക്കേറ്റിന്റെ യഥാർത്ഥ പ്രസക്തി. ആദ്യകാലങ്ങളിൽ സഭ ഈ സ്വപ്നത്തെക്കുറിച്ച് മൗനം പാലിച്ചു. ആളുകൾ ഇതെങ്ങനെ എടുക്കും, സമൂഹം എന്തു പറയും, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കുമെന്നൊക്കെ ഓർത്ത് നാം മിണ്ടാതെയിരുന്നു. പക്ഷേ കിഴക്കിന്റെ മഹാനായ കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാലക്രമത്തിൽ വിഘടിച്ചുപോയ മലങ്കര നസ്രാണികൾ തൊട്ടു വിശ്വാസം സ്ഥിരീകരിച്ച മാർത്തോമായുടെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അഖില ഭാരത സഭയായി പുനരൈക്യപ്പെടുകയും പൗരസ്ത്യ കാതോലിക്ക ആ സഭയെ ഭരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ സ്വപ്നം എന്ന് പ്രത്യക്ഷമായി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവിടെ വെച്ച് പ്രഖ്യാപിച്ചപ്പോൾ നാം എല്ലാവരും ഏറ്റുപിടിച്ചു. ഇതാണ് കാതോലിക്കേറ്റിന്റെ സ്വപ്നം, ഇതാണ് കാതോലിക്കേറ്റിന്റെ ലക്ഷ്യം. ഞങ്ങളുടെ വാതായനങ്ങൾ തുറന്നു കിടക്കുന്നു എന്ന് ഇതേ പരുമല പള്ളിയിൽ വെച്ച് പ്രഖ്യാപിച്ച, സ്വയം സ്വീകരിച്ച പേരുകൊണ്ടല്ല മറിച്ച് പ്രവൃത്തി കൊണ്ട് ശ്രേഷ്ഠനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ ബാവ കാലം എത്ര മാറിയാലും ആശയങ്ങളിലും ആദർശങ്ങളിലും ഉറച്ചു നിൽക്കുന്നതാണ് മലങ്കര നസ്രാണിയുടെ തനിമ, സത്വം, പാരമ്പര്യം എന്ന് പ്രഖ്യാപിച്ചു. അഖില ഭാരത സഭയാണ് കാതോലിക്കേറ്റിന്റെ സ്വപ്നം എന്ന് അദ്ദേഹം അടിവരയിട്ട് ഉറപ്പിച്ചു. അഖില ഭാരത സഭ തന്നെയാണ് നമ്മുടെ സ്വപ്നം. മുടിയനായ പുത്രന്റെ ഉപമയിലെ പുറപ്പെട്ടു പോയ പുത്രനായി കാത്തിരിക്കുന്ന അപ്പനെ പോലെ മലങ്കര സഭയും കാത്തിരിക്കുകയാണ് കലഹിച്ചു പോയ തന്റെ മക്കൾക്ക് വേണ്ടി. എന്നെങ്കിലും ഒരിക്കൽ തന്റെ പുത്രന്മാർ സത്യം മനസ്സിലാക്കി തിരികെ എത്തും എന്ന പ്രതീക്ഷയിൽ വാതിൽ തുറന്നിടുന്ന ഈ അമ്മ മക്കൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. തന്റെ തനിമയ്ക്ക് കളങ്കമേൽക്കാത്ത എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഈ അമ്മ തയ്യാറാവുക തന്നെ ചെയ്യും.
മടങ്ങി വരുന്ന മക്കൾ കൊണ്ടുപോയതെല്ലാം മടക്കി കൊണ്ടുവരണം എന്ന് ഈ അമ്മയ്ക്ക് യാതൊരു നിർബന്ധവുമില്ല. ഭാണ്ഡക്കെട്ടുകളും കെട്ടുകാഴ്ചകളും ഇല്ലാതെ ഏതു മക്കൾക്കും എപ്പോൾ വേണമെങ്കിലും തിരികെ വരാം. സന്തതിയുള്ള കാലത്തോളം, ഒടിച്ചിട്ട കമ്പ് മുറികൂടാത്ത കാലത്തോളവും ഇനിമേലാൽ റോമൻ പാപ്പയുടെ അതീശത്വം അംഗീകരിക്കില്ലെന്ന് സത്യം ചെയ്ത മലങ്കര നസ്രാണിയെ ചതിച്ച് റോമാനുഗത്തിന്റെ കീഴിലേക്ക് മടങ്ങിപ്പോയ പറമ്പിൽ ചാണ്ടിയുടെ പിൻഗാമികൾക്കോ സായിപ്പന്മാർ വെച്ചു നീട്ടിയ സമ്പത്തും സ്ഥാനമാനങ്ങളും കണ്ട് പ്രൊട്ടസ്റ്റന്റ് വൽക്കരിക്കപ്പെട്ടവർക്കോ പ്രൊട്ടസ്റ്റന്റുകാരെന്നോ സുറിയാനി ക്രിസ്ത്യാനികളെന്നോ ഇന്നും പറയാനാകാത്ത മലങ്കര മെത്രാപ്പൊലീത്തയായിരുന്ന പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്താനാസിയോസ് അവരുടേത് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന പട്ടത്വം വെറും ഒരു അലങ്കാരമായി കെട്ടിത്തൂക്കി നടക്കുന്ന പേരുകൊണ്ട് മാർത്തോമൻ പൈതൃകം അവകാശപ്പെടാം എന്ന് മോഹിക്കുന്നവർക്കും എന്നും അടിമയായി കഴിയാൻ ഇഷ്ടപ്പെട്ട എന്ന വ്യാജേന പാത്രിയർക്കീസിന്റെ പേരിൽ മലങ്കരയുടെ സ്വത്തും സ്ഥാനമാനങ്ങളും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന മലങ്കര സഭയുടെ സകലതും കോപ്പിയടിച്ച് വിജയിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന ഉപായികൾക്കും കാതോലിക്ക സ്ഥാനം ലഭിക്കാത്തതിൽ ഭക്നാശനായി സന്യാസ പ്രതിഷ്ഠകൾ വലിച്ചെറിഞ്ഞ് തിരുവനന്തപുരത്തെ സുഖശീതളത്വത്തിലേക്ക് എടുത്തുചാടിയ മാറീവാനിയോസിന്റെ റോം നൽകാത്ത സ്വയം എടുത്തണിഞ്ഞ കാതോലിക്ക എന്ന നാമം പേറുന്ന പിൻഗാമികൾക്കും വരാം. പക്ഷേ ഒന്നുണ്ട്, മാർത്തോമൻ പൈതൃകവും സ്തുതി ചൊവ്വാക്കപ്പെട്ട സത്യവിശ്വാസവും നസ്രാണിത്വവും വീണ്ടും സ്വീകരിക്കാം എന്ന ഉറപ്പോടുകൂടിയാകണം ആ മടങ്ങിവരവ്. കാതോലിക്കേറ്റിന്റെ ഏറ്റവും വലിയ പ്രസക്തി അത് അഖില ഭാരത സഭയുടെ പുനരുജ്ജീവനത്തിനായി ശക്തമായി പ്രയത്നിക്കുകയും എക്യുമെനിസത്തിന് വേണ്ടി ശക്തമായി നിലനിൽക്കുകയും ചെയ്യുന്നു എന്നതാണ്. പക്ഷേ ആ എക്യുമെനിസം സാർവലൗകിക കൂട്ടായ്മ എന്ന് പലരും പറയുന്ന കത്തോലിക്ക സഭയുടെയും റോമൻ പാപ്പായ്ക്കും അടിമയാകുന്ന എക്യുമെനിസം അല്ല, മറിച്ച് തദ്ദേശീയമായ സഭ, ദേശീയമായ സഭ, അത്തരം ദേശീയമായ സഭകളുടെ കൂട്ടായ്മ, അതാണ് എക്യുമെനിസം. അതിന് മലങ്കര സഭ ആരെ മാതൃകയാക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ കുടുംബത്തെ മലങ്കര സഭ മാതൃകയാക്കുന്നു. എല്ലാവരും തമ്മിൽ നല്ല ബന്ധമുള്ള, ആരുമാരുടെയും അധികാരങ്ങളിലും ആരുമാരുടെയും സ്വത്വത്തിലും ആരുമാരുടെയും പാരമ്പര്യത്തിലും ഇടപെടാത്ത നല്ല ബന്ധമുള്ള എക്യുമെനിസം. അത്തരം എക്യുമെനിസത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരാം. പക്ഷേ അതിനാദ്യം ഈ എക്യുമെനിസം എന്ന ലക്ഷ്യവുമായി മുന്നേറുന്ന മലങ്കര സഭയുടെ സ്വപ്നമാകുന്ന അഖില ഭാരത സഭയുടെ പുനരുജ്ജീവനത്തിലേക്ക് മടങ്ങി വരുവാൻ ആദ്യം സഭയുടെ രാജാവാകുന്ന കാതോലിക്ക എന്ന പേരെടുത്തണിഞ്ഞിട്ട് രാജകുമാരൻ സ്ഥാനത്തിനായി റോമിലേക്കും അന്ത്യോക്കിയിലേക്കും ഇരക്കാൻ പോകുന്നത് വിഘടനക്കാരും സ്ഥാനമോഹികളും അവസാനിപ്പിക്കണം. അന്ന് സ്പിരിച്വൽ കൊളോണിയലിസം എന്ന കുട്ടിച്ചാത്തനെ കുപ്പിയിലടച്ച് ഭാരതസഭ ഒന്നാവുകയും മറ്റു സഭകളുമായി ആത്യന്തികമായി ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്യും. അത് നിശ്ചയമാണ്, സത്യമാണ്. മലങ്കര സഭയുടെ കാതോലിക്കേറ്റിന്റെ മറ്റൊരു പ്രസക്തി അത് അന്തർദേശീയ തലത്തിൽ ഭാരത ക്രൈസ്തവതയുടെ പ്രതിരൂപമാകുന്നു എന്നതാണ്. അന്ത്യോക്കിയുടെയും റോമിന്റെയും കീഴിലുള്ള ഇതര സ്വയംഭൂ കാതോലിക്കമാർക്കും സിൽബന്ദികൾക്കും ഭാരതത്തിന്റെ ജീവിത രീതി അറിയാതെ കെട്ടിപ്പൊക്കിയ പ്രൊട്ടസ്റ്റന്റുകാർക്കും എവിടെയെങ്കിലും കയറിപ്പറ്റാൻ തീവ്രശ്രമം നടത്തുന്ന നവീകരണക്കാരും മൗനികളായി പോകുമ്പോൾ ക്രൈസ്തവ ലോകത്തെ ഏക ഇന്ത്യൻ ദേശീയതയാണ് പൗരസ്ത്യ കാതോലിക്കേറ്റ്. നമ്മെ ലോകത്തിനു മുമ്പിൽ വരച്ചു കാട്ടുന്ന നമ്മുടെ ദേശീയ ബോധമാണ് പൗരസ്ത്യ കാതോലിക്കേറ്റ്. ഇത്രയേറെ ദേശീയതയും ദേശീയത്തോടും പൈതൃകത്തോടും ഒക്കെ നീതി പുലർത്തുന്ന ഒരു സ്ഥാനത്തിന് പക്ഷെ ഇന്ന് അതിന് തക്ക ബഹുമാനം തരാതിരിക്കാൻ പലരും മനഃപൂർവ്വം തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നത് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുതയാണ്. പൗരസ്ത്യ കാതോലിക്കായെ താറടിച്ച് കാണിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് മാധ്യമങ്ങളും രാഷ്ട്രീയ സ്ഥാനങ്ങളും നൽകുന്ന പിന്തുണ സകല അതിരുകളും ഭേദിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട മാധ്യമങ്ങളെ, ഭരണജ്ഞരെ, മലങ്കര സഭ പ്രതികരിക്കാത്തത് കണ്ട് സന്തോഷിക്കേണ്ട. പ്രതികരിക്കാത്തത് ഞങ്ങളുടെ കഴിവുകേടല്ല, മറിച്ച് അത് ഞങ്ങളുടെ രീതിയല്ലാത്തത് കൊണ്ടാണ്. സിംഹതുല്യമായ ശാന്തതയുള്ളവളാണ് മലങ്കര സഭ. ആദ്യം ആ ശാന്തത ഭേദിച്ചത് കൂനൻ കുരിശു സത്യത്തിന്റെ കാലത്തായിരുന്നു. പിന്നെ 1912 രണ്ടാം കൂനൻ കുരിശു സത്യം എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന മലങ്കര സഭയുടെ കാതോലിക്കേറ്റിന്റെ സ്ഥാപന സമയത്ത്. അങ്ങനെ വല്ലപ്പോഴുമൊക്കെ മലങ്കര സഭ സിംഹതുല്യമായ ശാന്തത വിട്ട് ഉണർന്നെഴുന്നേൽക്കാറുള്ളൂ. പക്ഷേ ആ സിംഹം ഉണർന്നു കഴിഞ്ഞാൽ, അത് ഗർജിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സകല സന്തോഷങ്ങളും അവിടെ അവസാനിക്കും. ആ ഗർജനത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് സാധിച്ചില്ല എന്ന് വന്നേക്കാം. ഞങ്ങളുടെ മെത്രാൻ ആബൂന്മാർ പീലക്സീനോസ് തിരുമേനി പറമാടത്തു കിടന്നോളാൻ പറയാനാർക്കാണ് അവകാശം എന്ന് ചോദിച്ച് പണ്ട് മുതലേ ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുന്ന പാത്രിയർക്കീസ് കക്ഷികളുമായി കോടതി വ്യവഹാരങ്ങളിലേക്ക് മലങ്കര സഭ ഇറങ്ങിപ്പുറപ്പെടുവാൻ നിർബന്ധിതമായപ്പോൾ ഇത് സ്വത്തിനു വേണ്ടിയുള്ള പോരാട്ടം എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നവരെ, ഇത് സ്വത്തിനല്ല സ്വത്വത്തിനത്രയാകുന്നു. ഞങ്ങളുടെ പാരമ്പര്യങ്ങളോട്, ഞങ്ങളുടെ പൈതൃകത്തോട്, ഞങ്ങളുടെ ചരിത്രത്തോട് ഞങ്ങൾക്കുള്ള ഏറ്റവും നല്ല ബന്ധമാണ് ഞങ്ങളെ ഇതിലേക്ക് വലിച്ചിടുന്നത്. ഞങ്ങളുടെ രാജ്യത്തോടും ഞങ്ങളുടെ ദേശത്തോടുമുള്ള ബഹുമാനവും കടമയുമാണ് ഞങ്ങളെ ഇതിലേക്ക് വലിച്ചിട്ടത്. നിലയ്ക്കൽ പ്രശ്നത്തിന്റെ പേരിൽ കേരളം കത്തിയമരുമായിരുന്ന കാലത്ത് ഒരു ദേവദൂതനെ പോലെ ഉദയം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദിയൻ
കാതോലിക്കേറ്റിന്റെ ദേശീയ മുഖത്തിന്റെ പ്രതീകമാകുന്നു. ഇതേ കാതോലിക്ക ഭാരത ക്രൈസ്തവ സഭകൾ, ഇതേ കാതോലിക്കയുടെ പിൻഗാമി ഭാരത ക്രൈസ്തവ സഭകളുടെ ചരിത്രത്തിൽ ആദ്യമായി വനിതകൾക്ക് സഭാഭരണത്തിന് അവസരം കൊടുത്ത് ജനാധിപത്യത്തിന്റെയും തുല്യതയുടെയും ശരിയായ വക്താവായി മാറി എന്ന് നിസ്സംശയം, വക്താവാണ് കാതോലിക്ക സ്ഥാനം എന്ന് നിസ്സംശയം പ്രഖ്യാപിച്ചു. അരമനയും പള്ളിയും വിശ്വാസികൾ തിരിച്ചുപിടിക്കുമെന്ന് പ്രഖ്യാപിച്ചത് വഴി വിശ്വാസികൾ തന്റെ കീഴിലുള്ള ഗുണ്ടകളാണെന്നും അവർക്ക് എന്തു സംഭവിച്ചാലും തനിക്ക് ഒന്നുമില്ലെന്നും പ്രഖ്യാപിക്കുന്ന ഇതര സ്വയം പ്രഖ്യാപിത ശ്രേഷ്ഠന്മാരുടെ ഇടയിൽ പ്രതിഷേധിച്ച്, സ്വന്തം സഭയോടുള്ള നീതി നിഷേധത്തിൽ പ്രതിഷേധിച്ച് സ്വന്തം ജീവൻ പോലും പണയം വയ്ക്കാൻ തയ്യാറായ ഒരു കാതോലിക്ക ഭരിക്കുന്ന സഭയാണ് എന്റേത്. കോലഞ്ചേരിയിൽ ഈ കാതോലിക്ക നിരാഹാരം വരുന്ന സമയത്ത് ഞാൻ അടക്കമുള്ള ഓരോ മലങ്കര നസ്രാണിയും എന്റെ കാതോലിക്കയ്ക്കൊന്നും പറ്റരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സ്ഥാനത്തോടുള്ള മലങ്കര നസ്രാണിയുടെ ഏറ്റവും നല്ല ബന്ധമാകുന്നു, ഏറ്റവും നല്ല മലങ്കര നസ്രാണിയാണെന്നുള്ള ഏറ്റവും നല്ല ബോധ്യമാകുന്നു. പരിശുദ്ധ ബസേലിയോസ് എൽദോ മഫ്രിയാന ഇന്ന് പാത്രിയർക്കീസുകാർ കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു പരിശുദ്ധനാണ്. ഇദ്ദേഹത്തെ ആദ്യം പരിശുദ്ധൻ എന്ന് പ്രഖ്യാപിച്ചത് മലങ്കര സഭയുടെ 3-ാം കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് 2-ാമൻ കാതോലിക്ക ബാവയായിരുന്നു. ചെയ്യേണ്ട കാലത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നവരാണ് കാതോലിക്ക കക്ഷിക്കാർ, അല്ലെങ്കിൽ ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നവരാണ് മലങ്കര സഭാംഗങ്ങൾ അഥവാ മലങ്കര നസ്രാണികൾ എന്ന് പ്രഖ്യാപിച്ച ആ പരിശുദ്ധ പിതാവിനെയും ഒക്കെയാണ് കാതോലിക്കയുടെ പ്രതീകങ്ങളായി എടുത്തുകാട്ടാൻ നമുക്ക് സാധിക്കുന്നത്. സ്വന്തം അപ്പന്റെ ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കാണാൻ MD സെമിനാരിയുടെ കയ്യാലപ്പുറത്ത് കയറി നിൽക്കേണ്ടി വന്ന ഒരു കാതോലിക്ക ഭരിച്ച സഭയാണ് എന്റേത്. മണർകാട് പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന സ്വന്തം പിതാവിന്റെ കല്ലറയിൽ ധൂപം വയ്ക്കുവാൻ സഭാസമാധാനത്തിന്റെ കാലം വരെ കാത്തു നിൽക്കേണ്ടി വന്ന ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാബ പരിശുദ്ധ സഭ. അതിനുമപ്പുറം മരുഭൂമിയെ ചാറ്റൽ മഴ പോലെ വല്ലപ്പോഴും എത്തുന്ന ഒരു പ്രഹേളികയല്ല എന്റെ ആത്മീയ അധ്യക്ഷൻ, മറിച്ച് എപ്പോഴും തന്റെ സഭയോടുകൂടിയിരുന്ന് എപ്പോഴും ആ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ആ സഭയെ സ്നേഹിക്കുന്ന ഒരു നല്ല തദ്ദേശീയനും നല്ല നസ്രാണിയും. ഞാൻ എങ്ങനെ പറയും ഇതിലും നല്ലൊരു ക്രൈസ്തവ സഭാധ്യക്ഷൻ ഇന്ന് ഭാരതത്തിലുണ്ടെന്ന്? ഞാൻ എങ്ങനെ പറയും ഇതിലും നല്ലൊരു സഭാധ്യക്ഷൻ ഇന്ന് ഭാരതത്തിൽ കാണാമെന്ന്? ഞാൻ എങ്ങനെ പറയും ഈ സ്ഥാനത്തിനും അപ്പുറമായ ഒരു സ്ഥാനം ഇന്ന് ഭാരതത്തിൽ നിലനിൽക്കുന്നുണ്ടെന്ന്, ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാൻ എങ്ങനെ പറയും? കത്തോലിക്ക പോപ്പിന്റെയോ അന്ത്യോക്യൻ പാത്രിയർക്കീസിന്റെയോ ഭാഷ മനസ്സിലാകാത്ത പിതൃത്വത്തിനും അപ്പുറം എന്റെ ആവശ്യങ്ങൾ എന്തെന്നറിഞ്ഞ് കണ്ടറിഞ്ഞു ചെയ്യുന്ന, എന്നെ മനസ്സിലാക്കുന്നവനാണ് എന്റെ ആത്മീയ പിതാവ് എന്ന് എനിക്ക് പറയാം. അത് ഇന്ന് ഭാരതത്തിലുള്ള ബാക്കി ഒരു സഭയ്ക്കും പറയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെയാണ് എന്തുകൊണ്ട് ഞാനൊരു മലങ്കര നസ്രാണിയായി നിലനിൽക്കുന്നു എന്നൊരു ചോദ്യത്തിന് ഉത്തരം. ഞാൻ എന്റെ പിതാവിനെ അറിയുന്നു, എന്റെ പിതാവ് ആ പിതാവിന്റെ സഭയെ അറിയുന്നു, ആ സഭയെ ഞാനും നിങ്ങളും സ്നേഹിക്കുന്നു. മാർത്തോമൻ പൈതൃകത്തിന്റെ അസ്തിത്വവും വ്യക്തിത്വവുമായ കാതോലിക്കേറ്റ് ശതാബ്ദി വർഷത്തിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്. അപ്പനെയും വല്യപ്പനെയും മുലയൂട്ടി വളർത്തിയ അമ്മയെയും തള്ളിപ്പറഞ്ഞിട്ട് ഭിക്ഷ പോലെ ലഭിക്കുന്ന സ്ഥാനമാനങ്ങളോ വേഷഭൂഷാദികളോ മലങ്കര നസ്രാണിക്ക് വേണ്ട. കേവലം 3 മാല ധരിക്കാൻ മാത്രം കാതോലിക്കായവരുടെ മുമ്പിൽ നെഞ്ചിൽ ചേർന്നു കിടക്കുന്ന മാലയിലെ മാർത്തോമാ ശ്ലീഹായുടെ രൂപത്തെ നെഞ്ചിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച പരിശുദ്ധ പിതാവിന്റെ ആത്മീയ പുത്രന്മാരാകുന്നു മലങ്കര നസ്രാണികൾ. ഈ നസ്രാണി ഗുണം കൈവിട്ട് കളയുകയില്ല എന്ന് ഞാൻ പ്രതിജ്ഞയെടുക്കുന്നു. ആ പ്രതിജ്ഞ ജീവനുള്ള കാലത്തോളം പോറ്റി പരിപാലിക്കുക എന്നതാണ് നസ്രാണി എന്ന നിലയിൽ എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിന് ജീവൻ പണയം വെച്ചാലും ഞാൻ യത്നിക്കുക തന്നെ ചെയ്യും. നസ്രാണിയായി ജീവനുള്ള കാലത്തോളം ഞാൻ നിലനിൽക്കുക തന്നെ ചെയ്യും. കേപ്പായെ, നീ നിന്റെ വാൾ ഉറയിലിടുക, ഇവിടെ മാർത്തോമായുടെ മാർഗം സുശക്തമാണ്. കേപ്പായെ, നീ നിന്റെ വാൾ ഉറയിലിടുക, ഇവിടെ മാർത്തോമായുടെ മാർഗം സുശക്തമാണ്. കേപ്പായെ, നീ നിന്റെ വാൾ ഉറയിലിടുക, ഇവിടെ മാർത്തോമായുടെ മാർഗം സുശക്തമാണ്. ആദ്യം കത്തോലിക്കരോട് പറഞ്ഞു, പിന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രൊട്ടസ്റ്റന്റുകാരോട് പറഞ്ഞു, പിന്നെ അന്ത്യോക്യൻ പാത്രിയർക്കീസിനോട് പറഞ്ഞു, ഇവിടെ മാർത്തോമായുടെ മാർഗം സുശക്തമാണ്. ഞാൻ മാർത്തോമാ ശ്ലീഹായുടെ മാർഗത്തെ പിന്തുടരുന്ന നല്ല 1-ാം തരം മലങ്കര നസ്രാണിയാകുന്നു എന്ന് നിസ്സംശയം പറയുവാൻ മലങ്കര നസ്രാണിയെ പ്രാപ്തനാക്കിയ ഈ കാതോലിക്കേറ്റിനോട് എനിക്ക് ശക്തമായും ശരിയായുമുള്ള വിധേയത്വം ഉണ്ടാകുന്നു. ഈ കാതോലിക്കായുടെ ഉയർച്ച എന്റെ ഉയർച്ചയാകുന്നു, ഈ കാതോലിക്കായുടെ താഴ്ച എന്റെ താഴ്ചയാകുന്നു. പണ്ട് ചിങ്ങവനം വട്ടമേശ സമ്മേളന കാലത്ത് ബഥനിയുടെ അലക്സിയോസ് മാർ തേവോദോസിയോസ് തിരുമേനി പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ ഒരു വാചകമുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അന്ന് മലങ്കര സഭയുടെ കാതോലിക്ക ബസേലിയോസ് ഗീവർഗീസ് 2-ാമൻ, പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് 2-ാമൻ, മലങ്കര സഭയുടെ സമാധാനത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറായ ഒരു പരിശുദ്ധ പിതാവ്. പാത്രിയർക്കീസ് കക്ഷിക്കാർ മുൻപോട്ട് വെച്ച ഒരു ഏക നിർദ്ദേശം അദ്ദേഹത്തിന്റെ തലയിൽ കൈവയ്ക്കുന്നതിന്
അന്ന് പാത്രിയാർക്കീസിന്റെ പ്രതിനിധിയായി മലങ്കരയിൽ വിരാജിക്കുന്ന വ്യക്തിക്ക് ഒരു അവസരം കൊടുക്കണം. ഏകദേശം ധാരണയായി, ഒപ്പിടുവാൻ തയ്യാറായി ഒരു രേഖ മേശപ്പുറത്ത് വന്നു. ബഥനയുടെ അലക്സിയോസ് മാർ തേവോദോസിയോസ് മെത്രാപ്പൊലീത്ത എഴുന്നേറ്റ് നിന്ന് പുറത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ പഴയ ചാണ്ടിയായി മാറിയാലും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു സഭയുടെ മെത്രാപ്പൊലീത്തയായി കഴിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു നായയെ പോലെ മരിക്കേണ്ടി വന്നാലും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞാൻ അടലാടുക തന്നെ ചെയ്യും. അത്തരം മെത്രാപ്പൊലീത്തന്മാരുടെ, അത്തരം ധീര വ്യക്തിത്വങ്ങളുടെ മാർഗമാകുന്നു എനിക്ക് മുൻപിലുള്ളത്. ആരുടെയും മുമ്പിൽ അടിയറ വയ്ക്കാനല്ല, ശക്തമായി പിടിച്ചു കയറുവാൻ. എന്നെ ഞാനാക്കി മാറ്റിയ എന്റെ സംസ്കാരത്തെ, എന്നെ നസ്രാണിയാക്കി മാറ്റിയ മാർത്തോമൻ പൈതൃകത്തെ അതിന്റെ പൂർണ്ണ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കുവാൻ, ആ രീതിയിൽ വളർന്നു വരുവാൻ എന്റെ ജീവനുള്ള കാലത്തോളം ഞാൻ യത്നിക്കുക തന്നെ ചെയ്യും. അതിനെന്നെ പ്രാപ്തനാക്കിയത് ഈ കാതോലിക്കേറ്റാകുന്നു. ഇന്ന് കോട്ടയത്തിന്റെ ഏതോ ഒരു മുക്കിൽ ആരാലും അറിയപ്പെടാതെ പോകുമായിരുന്ന എന്നെ ഇന്ന് എന്റെ സഭാധ്യക്ഷന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വിറയ്ക്കുകയാണ് ഞാൻ ഇവിടെ നിന്ന്. കാരണം വെല്ലിപ്പനും വെല്ലുമ്മയും പറഞ്ഞു കേട്ടിട്ടുണ്ട് കാതോലിക്കാമാരുടെ വ്യക്തിപ്രഭാവത്തെക്കുറിച്ച്. ഇവിടെ നിന്ന് ഞാൻ വിറയ്ക്കുകയാ. ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സുഖം, ഇന്ന് വരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ഭയം എനിക്ക് ഇവിടെ നിന്നുണ്ടാകുന്നു. കാരണം ഈ സ്ഥാനത്തിന് ഞാനും എന്റെ പിതാക്കന്മാരും എന്റെ സഭയും കൊടുക്കുന്ന സ്ഥാനം അത്രയ്ക്ക് വലുതാ. ഈ സ്ഥാനത്തിന്റെ മുമ്പിൽ എന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആരാണെന്ന ബോധ്യമാകുന്നു. ഞാൻ ആരാണെന്ന ബോധ്യം എനിക്ക് ഉണ്ടാക്കി തന്നത് കാതോലിക്കേറ്റാകുന്നു. ആ കാതോലിക്കേറ്റിനോട് എനിക്കുള്ള ഭക്തിയും വിധേയത്വവും ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. മലങ്കര സഭയുടെ പിൻതലമുറക്കാരിൽ ഇവൻ ഒരുവൻ മാത്രമല്ല, ഇവനെ പോലെ 10,000ങ്ങളുണ്ട് മലങ്കര സഭയ്ക്ക്. നമ്മുടെ മക്കളെ, നമ്മുടെ വിദ്യാർത്ഥികളെ വാർത്തെടുക്കാം മലങ്കരയുടെ മക്കളായി, കാതോലിക്കേറ്റിന്റെ കാവലാളുകളായി. ഈ വാക്കുകൾക്ക് തോമസ് കുര്യാക്കോസ് എമ്മിനോടുള്ള അഭിമാനത്തോടു കൂടിയുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസകൾ, പ്രാർത്ഥനകൾ. ഗാനം ആലപിക്കുന്നതിനായി കടമ്മനിട്ട മൗണ്ട് സിയോൺ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനി മിസ് അൻസു ബേരി വർഗീസിനെ ക്ഷണിക്കുന്നു.